എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മൾ ഇന്ന് 2026 ആഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ ശുക്രൻ നീചരാശിയിലേക്ക് പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് സാധാരണ വീഡിയോ അല്ല. ശുക്രൻ നീചത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. നീചരാശി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയത്തില്ല. ശുക്രന്റെ നീചരാശിയും ഉച്ചരാശിയും ഉണ്ട്. ഉച്ചരാശിയിൽ ഏറ്റവും പരിപൂർണമായിട്ടുള്ള ബലവും, എന്നാൽ നീചരാശിയിൽ ഏറ്റവും ബലം കുറഞ്ഞു നിൽക്കുന്ന സമയവും, വൃദ്ധ എന്ന് പറയുന്ന അല്ലെങ്കിൽ വയസ്സായ ഒരു ആളിന്റെ ഫലം അല്ലെങ്കിൽ ഒരു ഗ്രഹത്തിന്റെ ഫലം പോലെ വിചാരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം നീചഭംഗ രാജയോഗമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതാണ് ഇന്നത്തെ വീഡിയോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് ആരെ ബാധിക്കും? എത്ര നക്ഷത്രക്കാർക്കാണ് ഇതിന്റെ ഗുണം വരുന്നത്? നീചഭംഗ രാജയോഗം എന്ന് പറഞ്ഞാൽ രാജയോഗത്തിന്റെ ഡബിൾ ഫലം നമുക്ക് വന്നു ചേരുന്ന ഒരു ഫലസിദ്ധിയാണ് നീചഭംഗ രാജയോഗം. ഏതൊക്കെ നക്ഷത്രക്കാരെയാണ് ബാധിക്കാൻ പോകുന്നത് എന്ന് ആദ്യം തന്നെ നമുക്ക് വീഡിയോയിൽ പറയാം. അതോടൊപ്പം തന്നെ ഈ ജ്യോതിഷ ഫലം നമ്മൾ പറയുന്നത് എന്താണ് നീചരാശി, നീചഭംഗ രാജയോഗം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പറയാം. ഇതെങ്ങനെയാണ് ബാധിക്കുന്നത്, ആരെയാണ് ബാധിക്കുന്നത് എന്നാണ് ആദ്യം പറയാൻ പോകുന്നത്. ഒരു ഗ്രഹം നീചരാശിയിൽ പ്രവേശിക്കുമ്പോൾ ഈ രാശിയുടെ അധിപൻ 1, 4, 7, 10 ഭാവങ്ങളിൽ വരികയോ അതല്ലെങ്കിൽ ഇതിന്റെ ഉച്ചരാശിയുടെ അധിപൻ വന്നിട്ട് അത്യുച്ചത്തിലോ ബലത്തിലോ നിൽക്കുകയാണ്, അതീവ ബലവാനായിട്ട് നിൽക്കുന്ന സമയമോ സംഭവിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന അപൂർവമായിട്ടുള്ള യോഗമാണ് നീചഭംഗ രാജയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഈ കന്നി രാശിയുടെ അധിപനായിട്ടുള്ള ശുക്രൻ വന്നിട്ട് 10-ാം ഭാവത്തിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ കേന്ദ്രസ്ഥാനത്ത് വരികയും ശുക്രന്റെ ഉച്ചരാശി എന്ന് പറയുന്നത് മീനൻ രാശിയാണ്. ഇതിന്റെ അധിപൻ ബലവാനായിട്ട് നിൽക്കുന്ന സമയം കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? നീചഭംഗ രാജയോഗം സംഭവിക്കുന്നു. വേറൊരു ഹൈലൈറ്റ്, ശുക്രൻ ഇങ്ങോട്ട് കടക്കുന്നതോടുകൂടി കാലസർപ്പദോഷം സംഭവിച്ചു നിൽക്കുകയായിരുന്നു പൊതുവിൽ. ഇപ്പോൾ ജനിക്കുന്ന കുട്ടികൾക്കും പൊതുവിൽ നമുക്ക് ഗ്രഹത്തിലും അത് മാറുന്നു. അതുപോലെ തന്നെ കാലസർപ്പദോഷം ഒഴിഞ്ഞു മാറുന്നു. നീചഭംഗ രാജയോഗം ആഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ ഈ രണ്ട് ഫലങ്ങളും ഒരേ ദിവസം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ജ്യോതിഷ ഫലം. ഏറ്റവും പ്രധാനമായിട്ട് ഇത് ബാധിക്കുമ്പോൾ ഇത് ഒരു ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും, ഓരോ നക്ഷത്രക്കാരെയും പ്രത്യേകമായിട്ടല്ല, ഇതെങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് ആദ്യം പറയാം. നിങ്ങളുടെ ജാതകത്തിൽ ആദ്യം എടുത്തു നോക്കുക, ശുക്രൻ എവിടെ നിൽക്കുന്നു എന്ന് നോക്കുക. ശുക്രന്റെ ബലസ്ഥിതി അനുസരിച്ച് ശുക്രന്റെ നീചഭംഗ രാജയോഗം നമുക്ക് ഗുണമായിട്ട് വരും എന്നുള്ളതാണ് ജ്യോതിഷ ഫലം. അതുകൂടാതെ ശുക്രന്റെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശുക്രന്റെ ഭരണി, പൂരം, പൂരാടം ഈ നക്ഷത്രക്കാർക്കാണ്, ശുക്രദശയിലാണ് അവർ ജനിക്കുന്നത്. ആദ്യത്തെ ഒരു ഫലസിദ്ധി അവർക്കാണ്. ഭരണി, പൂരം, പൂരാടം എഴുതി വെക്കുന്നില്ല, മനസ്സിലാക്കുക. ചിത്തിര, അര, ചോതി, വിശാഖത്തിന്റെ മുക്കാല് നക്ഷത്രക്കാർക്ക് ഇതിന്റെ ഒരു ഫലസിദ്ധി വലിയ ഗുണഫലമായിട്ട് വരുന്നുണ്ട്. അതുകൂടാതെ ഉത്തരത്തിന്റെ മുക്കാലം അത്തം, ചിത്തിര, അര നക്ഷത്രക്കാർക്ക് ഇതിന്റെ ഗുണഫലം വരുന്നുണ്ട്. മകേരത്തിന്റെ കാർത്തിക മുക്കാല്, രോഹിണി, മകേരത്തിന്റെ അര നക്ഷത്രക്കാർക്ക് ഇതിന്റെ ഗുണഫലം വരുന്നുണ്ട്. അതുപോലെ തന്നെ മൂലം, ഉത്രാടത്തിന്റെ കാല്, തിരുവോണം, അവിട്ടത്തര നക്ഷത്രക്കാർക്കും അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി മുക്കാൽ നക്ഷത്രക്കാർക്കും ശുക്രൻ നീചരാശിയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഫലസിദ്ധി ഇപ്പോൾ നമുക്ക് പറയാനുണ്ട്. ഇപ്പൊ ഇത്രയും നക്ഷത്രക്കാരെ നിങ്ങൾ ഓർത്തു വെച്ചേക്കുക. നിങ്ങൾ ഇതിലുണ്ടോ എന്ന് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ ജാതകപ്രകാരം ശുക്രൻ ഇവിടെയാണോ നിൽക്കുന്നതെന്ന്, ജനിച്ച സമയത്ത് ഉള്ള ഗ്രഹനിലയിൽ ശുക്രൻ ഇവിടെയാണോ നിൽക്കുന്നത് എന്ന് നോക്കുക. അതല്ല നിങ്ങൾ ഈ കുറികളിൽപ്പെട്ട ആളാണോ എന്ന് നോക്കിയിട്ട് താഴെ കമന്റ് ചെയ്യുക. അതുകൂടാതെ തന്നെ ഇതിന്റെ ഫലസിദ്ധിയാണ് നമ്മളിപ്പോൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത്. അതുകൂടാതെ ശുക്രൻ നീചരാശിയിൽ വന്നാൽ എങ്ങനെയാണ് നീചരാശിയിൽ വരുന്നതെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. ശുക്രന്റെ ഒരു കാരകധർമ്മം നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാവിധത്തിലുള്ള ധനപരമായിട്ടുള്ള കാര്യം, സ്വർണം, സൗന്ദര്യം, ഭാര്യ, ലൗകിക സുഖം, മദനകാര്യങ്ങൾ, ആഭരണങ്ങള്, അലങ്കാര വസ്തുക്കൾ, ശയനസുഖം, ശൃംഗാരം, സംഗീതം, ചിത്രകല, അഭിനയം, കാവ്യകല, പ്രണയകാര്യങ്ങൾ, ലൈംഗിക ആസക്തി, രജോ ഗുണം, വിവാഹം, മധുരപ്രിയത്വം, ലഹരിപാനീയങ്ങൾ, അതുപോലെ തന്നെ പലവിധത്തിലുള്ള ലൈംഗിക രോഗങ്ങൾ, വസ്ത്രങ്ങൾ, കണ്ണുകളിലെ തിളക്കം, സുഗന്ധ വസ്തുക്കൾ, അന്നപൂർണേശ്വരി, മഹാലക്ഷ്മി, യക്ഷി, അതുപോലെ തന്നെ വജ്രം, വിവിധ നിറങ്ങൾ, ശയനമുറി, വശീകരണ ശക്തി, വേശ്യാസ്ത്രീ, അതുപോലെ തന്നെ വെളുത്ത പുഷ്പങ്ങൾ, അതുപോലെ തന്നെ വ്യഭിചാരം, രഹസ്യ പ്രവൃത്തികൾ, നൃത്തം, കഫ, വാദ, പ്രകൃതി, സ്ത്രീശക്തി, സംഗീത ഉപകരണങ്ങൾ, സ്വർണം, വെള്ളി, ചന്ദനം, വാഹനസുഖം. അതുപോലെ തന്നെ ഇതിന്റെ എല്ലാം ഒരു കാരകധർമ്മത്തിന്റെ അധിപനും കൂടിയാണ് ഈ വരുന്ന ശുക്രഗ്രഹം എന്ന് പറയുന്നത്. ഇത്രയും കാരകധർമ്മം ഉള്ള ഒരു ഗ്രഹമാണ് ശുക്രൻ. ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നമുക്ക് റെക്കോർഡിക്കൽ വീഡിയോ ആയതുകൊണ്ട് വീണ്ടും കാണും. നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കേട്ടു നോക്കുക.
ജാതക പ്രകാരം നിങ്ങൾ ജനിച്ച സമയത്ത് ശുക്രൻ ദോഷസ്ഥാനത്താണ് നിൽക്കുന്നത്, ശുക്രൻ ബലമില്ലാതെയാണ് നിൽക്കുന്നത്, ശുക്രൻ മൗഢ്യത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ നേരെ പറഞ്ഞ മറ്റേ കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുമെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. ഇന്ന് നമ്മൾ പറയുന്നത് ഇത്രയും നക്ഷത്രക്കാരുടെയും കൂടാതെ മേടം മുതൽ മീനം വരെയുള്ള മേടം മുതൽ മീനം വരെയുള്ള കൂറുകളിൽ വരുന്ന 27 നക്ഷത്രക്കാർക്ക് ശുക്രൻ നീചത്തിൽ വന്നിരിക്കുന്നു, നീചഭംഗ രാജയോഗം സംഭവിച്ചിരിക്കുന്നു. അതുകൂടാതെ കാലസർപ്പദോഷം ഒഴിഞ്ഞു മാറിയിരിക്കുന്നു. വ്യാഴം ഉച്ചരാശിയിൽ നിൽക്കുന്നെങ്കിലും മൗഢ്യത്തിലാണ് നിൽക്കുന്നതെന്ന് കാണുന്നുണ്ട്. അതുകൂടാതെ തന്നെ രാഹുകേതുക്കൾക്ക് മാറ്റമില്ലാതെ ശനി മാറ്റമില്ലാതെയും തുടരുന്ന ഒരു ആഗസ്റ്റ് മാസമാണ് നമുക്ക് വരുന്നത്. ഇത് ആഗസ്റ്റ് മാസം 1-ാം തീയതി മുതലുള്ള ഫലം മാത്രമല്ല, ശുക്രൻ വരുന്നതിന്റെ ഒരു നീചഭംഗ രാജയോഗത്തിന്റെ കൂടെ ചേർത്തുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ശുക്രൻ നീചരാശിയിലേക്ക് പ്രവേശിക്കുന്ന കന്നിക്കൂറ് ആരൊക്കെയാ വരുന്നത്? ഉത്തരത്തിന്റെ മുക്കാലും അത്തവും ചിത്തിരയും വരുന്ന കന്നിക്കൂറുകാർക്ക് എന്ത് ഫലസിദ്ധിയാണ് നമ്മളിവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ആദ്യം പറയാം. അതുകൂടാതെ അവർക്ക് 1-ൽ ആണ് വരുന്നത്, അവരുടെ ജന്മരാശിയിലേക്കാണ് വന്നിരിക്കുന്നത് ശുക്രൻ നീചഭംഗ രാജയോഗം ചെയ്തുവിട്ട്. ഉത്തരത്തിന്റെ മുക്കാലും അത്തവും ചിത്തിരയും വരുന്നവർക്ക് സൗന്ദര്യ ഗുണപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വർദ്ധിച്ചു വരിക, സൗന്ദര്യവുമായി ബന്ധപ്പെട്ടുള്ള ജോലികൾ ചെയ്യുന്നവരെയും കൂടെ ചിന്തിക്കണമെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് ഒരു പ്രത്യേകതരമായിട്ടുള്ള ഒരു സന്തോഷം, ഒരു സമാധാനം, ഒരു മുഖത്തെ ഐശ്വര്യം, സൗന്ദര്യവർദ്ധക വസ്തുക്കളുമായി ജോലി ചെയ്യുന്ന ആളുകളുണ്ടാകും, ബ്യൂട്ടി പാർലർ നടത്തുന്നവരുണ്ടാകും, സ്റ്റേഷനറി ഈ ആഭരണങ്ങളൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന ചില കടകളൊക്കെ ഉണ്ടാവും. പിന്നെ അതുകൂടാതെ ഈ സ്ത്രീകളുടെ കട നടത്തുന്ന സ്റ്റോറുകളൊക്കെ ഉണ്ടല്ലോ, ലേഡി സ്റ്റോർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ, വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യാപാര മേഖലകളൊക്കെ ചെയ്യുന്നവർക്ക്, ബ്രോക്കർമാർക്ക്, അതുകൂടാതെ പന്തല് ചെയ്യുന്നവർക്ക്, കാറ്ററിംഗ് വർക്ക് ചെയ്യുന്നവർക്ക്, ഇവർക്കെല്ലാവർക്കും ഒരു ഫലസിദ്ധിയാണ് പറയുന്നത്. ഈ ജോലിയിൽപ്പെട്ട നിങ്ങൾ ഉണ്ടോ നോക്കുക. ഉത്തരത്തിന്റെ മുക്കാല് അത്തം ചിത്തിരര ഇതിൽ വരുന്നവരുണ്ടോ എന്ന് ആദ്യം നോക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുകൂടാതെ ആകർഷകത്വം, രാജാനുകൂല്യം, ധനലാഭം, ഉത്സാഹം, ആരോഗ്യം, സർക്കാർ ജോലിക്കുമായി ബന്ധപ്പെട്ട് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതിനും ശുക്രൻ നീച രാശിയിലാണ് നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കാനുള്ള സാധ്യതയും കൂടി നമുക്ക് കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ മാറ്റം വരുത്തണമെന്നാണ് ആദ്യമായിട്ട് നമുക്ക് ജ്യോതിശാസ്ത്ര പ്രകാരം പറയാനുള്ളത്. അതുകൂടാതെ ഞാൻ സ്വന്തമായിട്ട് ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്ന, ഇപ്പൊ ഗ്രന്ഥം നോക്കിയാണ് നിങ്ങൾക്ക് പറഞ്ഞത്, ശുക്രൻ ജീവിതത്തിലെ ഈ നീചരാശിയിലേക്ക് വരുന്നത് വ്യക്തി ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടിയാണെന്നാണ് കന്നിരാശിക്കാർക്ക് കാണുന്നത്. ആരോഗ്യം, ബന്ധങ്ങൾ, ആത്മവിശ്വാസം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും പുതിയ തീരുമാനങ്ങൾ ആലോചിച്ച് മാത്രം എടുക്കണമെന്നുമാണ് നമ്മളിവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. ഈ 2 ഫലസിദ്ധി നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതും പ്രകാരം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം തൊട്ട് മുമ്പുള്ള വീഡിയോസുകൾ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് വ്യാഴം 11-ലാണെന്ന് ഇപ്പുറം പറയാം. 12-ലെ കേതു, വ്യാഴം ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നു, നഷ്ടസ്ഥാനത്ത് കേതു സഞ്ചരിക്കുന്നു. ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്ന വ്യാഴം ഗുണമായിട്ടും 12-ൽ നിൽക്കുന്ന കേതു നമുക്ക് ദോഷമായിട്ടും, കന്നിരാശിക്കാരിൽ ഉള്ളവർക്ക് രാഹു ദോഷസ്ഥാനത്തും കണ്ടകശനിയായിട്ട് ശനി നിൽക്കുന്നതായിട്ടുമുള്ള ഒരു ഫലസിദ്ധിയാണ് പൊതുവെ കാണുന്നത്. നിങ്ങൾ ലക്ഷ്മി ദേവി പൂജ ചെയ്യുക, മഹാലക്ഷ്മി ദേവിക്കുള്ള പൂജകൾ ചെയ്യുക, ശ്രീ സൂക്ത മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുക, വെള്ളപ്പൂക്കൾ കൊണ്ട് ദുർഗാദേവിക്ക് പുഷ്പാഞ്ജലി സമർപ്പിക്കുക, യക്ഷിയമ്മയ്ക്ക് കരിവള, വറപൊടി, കരിക്ക് ഇങ്ങനെയുള്ള നിവേദ്യങ്ങളൊക്കെ നടത്തി പ്രാർത്ഥിക്കുക. ഗുണവും പറഞ്ഞിട്ടുണ്ട്. ദോഷസ്ഥാനത്ത് നിൽക്കുന്നത് കേതുവും രാഹുവാണ്, നിങ്ങൾക്ക് ശനി കണ്ടകശനിയായിട്ട് നിൽക്കുന്നതെന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. അടുത്തതായിട്ട് നമുക്ക് ധനുക്കൂറിലേക്കാണ് വരുന്നത്. അതിന്റെ കാരണം 1, 4, 7, 10 ഇങ്ങനെയാണ് ജ്യോതിശാസ്ത്രം പറയാൻ പോകുന്നത്. അപ്പൊ ധനുക്കൂറിൽ ആരൊക്കെയാ വരുന്നത്? മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ കാലുകാർക്ക് എന്താണ് സംഭവിക്കുന്നത്? ശുക്രൻ കർമ്മരാശിയിൽ 10-ാമത്തെ രാശിയിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 10-ാമത്തെ രാശിയിൽ തൊഴിൽ സ്ഥാനം, ധനസ്ഥാനം, അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തി സ്ഥാനമായിട്ട് വരുന്ന കർമ്മസ്ഥാനത്ത് ആര് വരുന്നു? ശുക്രൻ നീചഭംഗ രാജയോഗത്തിൽ വരുന്നു. വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നുണ്ട്. ബുധൻ ബലവാനായിട്ട് നിങ്ങൾക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ധനുവിലേക്ക്. മൂലം, പൂരാട, ഉത്രാടത്തിന്റെ കാല്. കണ്ടകശിനി ഉണ്ട്. ഭാഗ്യസ്ഥാനത്ത് കേതുവിന്റെ സ്ഥിതി ഉണ്ട്. 3-ാം ഭാവം കുടുംബസ്ഥാനത്ത് ആരുണ്ട്? രാഹുവിന്റെ സ്ഥാനമുണ്ട്. ഈ ഒരു അവസ്ഥ വെച്ചുകൊണ്ട് നമുക്ക് എന്താണ് ഫലം? രാഹു നിങ്ങൾക്ക് കർമ്മരാശിയിലേക്ക് വരുമ്പോൾ വിദ്യാഗുണം ഉണ്ടാകും. വിദ്യാസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഗുണം എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളെ മാത്രമല്ല ചെയ്യുന്നത്, അധ്യാപകര്, കോളേജ് നടത്തുന്നവര്, ട്യൂട്ടോറിയൽ കോളേജ് നടത്തുന്നവര്, അതുപോലെ തന്നെ
സ്കൂളിലെ ജോലി ചെയ്യുന്ന അധ്യാപകര്, അവരുടെ ഹെഡ് മാസ്റ്റർമാര് പണം വല്ലതും കിട്ടാനുണ്ടെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് ചിന്തിക്കണം. അതാണ്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ, വിദ്യാഗുണം ഇത്രയും മാത്രമേ ജ്യോതിഷത്തിൽ കാണത്തുള്ളൂ. ജ്യോതിഷം നടത്തുന്ന ആള് അല്ലെങ്കിൽ അത് അവതരിപ്പിക്കുന്ന ആള് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ജ്യോതിഷമാകുന്നത്. അടുത്ത ഗുണം പറയുന്നത് ധനലാഭം വർദ്ധിക്കും. ധനപരമായിട്ടുള്ള ഗുണം, കർമ്മം കൊണ്ട് ധനപുരോഗതി ഉണ്ടാകും. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാ കർമ്മ പുരോഗതി ഉണ്ടാകുന്നത്? ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാണെങ്കിൽ ബിസിനസ് വർദ്ധിക്കും, ഓൺലൈൻ സ്റ്റോറുകൾ നടത്തുന്നവർക്കാണെങ്കിൽ ഓൺലൈൻ സ്റ്റോർ വർദ്ധിക്കും, ബ്യൂട്ടി പാർലർ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ അവിടെ കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് വരും, നിങ്ങൾക്ക് നല്ല കല്യാണത്തിന്റെ വർക്ക് ഓർഡറുകളൊക്കെ വന്നു ചേരും, കാറ്ററിംഗ് ഒക്കെ നടത്തുന്നവർക്കാണെങ്കിൽ അങ്ങനെ. അതാ ധനലാഭം. അപ്പൊ ഈ നക്ഷത്രത്തിൽ വരുന്നവരാണ് ചിന്തിക്കേണ്ടത്. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ കാലുകാർക്കുള്ള ഗുണഫലമാണ് നമ്മൾ പറയുന്നത്. രാജസൽക്കാരം ഉണ്ടാകും. രാജസൽക്കാരം എന്ന് വെച്ചാൽ രാജാവ് എന്തെങ്കിലും ചോദിക്കേണ്ടതായിട്ട് വരും. രാജാവ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സർക്കാർ, രാജാവിന്റെ നിന്നും സൽക്കാരം ഉണ്ടാകും. അപ്പം സർക്കാർ ആനുകൂല്യം വരാം, സർക്കാരുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന കോൺട്രാക്ടർമാർക്ക് അതിന്റെ ഗുണങ്ങൾ വരാം. റോഡ് കോൺട്രാക്ടർ, അതുപോലെ തന്നെ ബിൽഡിംഗ് കോൺട്രാക്ടർമാരൊക്കെ ഉണ്ട് ഗവൺമെന്റിന്റെ. അപ്പൊ അങ്ങനെ രാജസൽക്കാരം വരും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പണം തടസ്സപ്പെട്ട് കിടപ്പുണ്ടെങ്കിൽ അത് കിട്ടുമെന്ന് വിചാരിച്ചോണം. സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടും. സർക്കാരിൽ നിന്നും എന്തെങ്കിലും ആനുകൂല്യങ്ങൾക്ക് വീടിന് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുണ്ടാകും. പലവിധത്തിൽ പൈസ കിട്ടാനുള്ളവരുണ്ടാകും. ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ട് നമുക്ക് ജോലികൾ കിട്ടാനുള്ള, ഡൈയിങ് ഹാർട്ടിസ് വഴിയായിട്ടുള്ള ജോലികളൊക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ടാകും. ഭാഗ്യം വർദ്ധിക്കും. അതുപോലെ തന്നെ ദേഹകാന്തി ഉണ്ടാകും. വിദേശത്ത് തൊഴിൽ യോഗവും, വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വിദേശത്ത് വെച്ച് ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് നീചഭംഗ രാജയോഗ ഫലസിദ്ധിയായിട്ട് നിങ്ങൾക്ക് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചതിന് ശേഷം നമുക്ക് ഗ്രന്ഥത്തിൽ പറയുന്നത് തന്നെയാണ് ഇപ്പൊ പറഞ്ഞത്. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് തുലാം കഴിഞ്ഞ് വൃശ്ചികം കഴിഞ്ഞ് ധനുക്കൂറുകാർക്ക് തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ വരുമെന്നും മേലുദ്യോഗസ്ഥരുമായി നല്ല ബന്ധം സൂക്ഷിക്കണമെന്നും സ്ഥാനക്കയറ്റത്തിനും പുതിയ അവസരങ്ങൾക്കും സാധ്യത ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താ പ്രശ്നമായിട്ട് വരുന്നത്? വ്യാഴം അഷ്ടമത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, കണ്ടകശനിയുള്ള സമയമാണ്, നമുക്ക് ഭാഗ്യസ്ഥാനത്ത് കേതുവിന്റെ സ്ഥിതിയുള്ള ഒരു സമയമാണ്. ഇത്രയും ഗുണഫലം പറഞ്ഞു കഴിയുമ്പോൾ ദോഷസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രതിവിധിയാണ് നമ്മൾ എല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത്. ഭാഗ്യസ്ഥാനം, അച്ഛന്റെ സ്ഥാനം, പിതാവിന്റെ കുടുംബസ്ഥാനം ഉണ്ടെങ്കിൽ, അല്ലെ കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ഒരു അഷ്ടദ്രവ്യമായിട്ടുള്ള ഒരു ഗണപതി ഹോമത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യിച്ച് നടത്തുക. കുറെ പൈസ കൊണ്ടുപോയി അവിടെ അടച്ചിട്ട് കാര്യമില്ല. ഗണപതി ഹോമം നിങ്ങളുടെ പേര് നക്ഷത്രം പറഞ്ഞിട്ട്, നിങ്ങളുടെ പേര് സുധാകരൻ ആണെങ്കിൽ സുധാകരൻ, ഭരണി ആണെങ്കിൽ ഭരണി നക്ഷത്രം എന്ന് പറഞ്ഞ് അഷ്ടദ്രവ്യം, 8 ദ്രവ്യങ്ങൾ ചേർന്നുള്ള ഗണപതി ഹോമം ചെയ്യുക. അവിടെ നാഗദൈവങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ കരിക്ക്, പാല്, പനിനീരൊക്കെ വെച്ച് അഭിഷേകം ചെയ്ത് നിവേദ്യം, മുടയാട, മാലകളൊക്കെ ചാർത്തി പൂജ ചെയ്യണം ഈ സമയത്ത്. അതുകൂടാതെ നീലാഞ്ജനം വിളക്ക്, ഹനുമാൻ സ്വാമി പൂജ എന്നിവ നടത്തുക. നിങ്ങളുടെ ജാതകപ്രകാരം കർമ്മത്തിന്റെ അധിപനും 7ാം ഭാവത്തിന്റെ അധിപനായിട്ടുള്ള ബുധൻ നമ്മളെ ദൃഷ്ടി ചെയ്ത് നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് എന്ത് ചെയ്യണം? ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തിയിട്ട് തുളസിമാല, വെണ്ണ, അതുപോലെ കദളിപ്പഴ നിവേദ്യങ്ങൾ എന്താണോ വഴിപാട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. അതുകൂടാതെ നാഗദൈവ പ്രീതിയും കൂടെ വരുത്തുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് മീനക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. മീനക്കൂറിൽ ആരൊക്കെയാ വരുന്നത്? പൂരുരുട്ടാതി, കാൽ, ഉത്തരട്ടാതി, രേവതി നക്ഷത്രക്കാരുടെ ഫലസിദ്ധിയാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഇവർക്ക് എവിടെ വരുന്നു? നിങ്ങളുടെ ആരാണ്? ശുക്രൻ 3ാം ഭാവത്തിന്റെയും അഷ്ടമത്തിന്റെയും ആധിപത്യം വഹിക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പൊ പൊതുവെ മീനക്കൂറിൽ വരുന്ന പൂരുട്ടാതികാൽ, ഉത്തരട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് പൊതുവെ ഒരു ദോഷഗ്രഹം കൂടിയാണ് ആര്? ശുക്രൻ. എന്റെ കാരണം ഏറ്റവും കൂടുതൽ പണം പാഴ്ചെലവാക്കി കളയുന്ന ഒരു നക്ഷത്രക്കാരും കൂടിയാണ്. പാഴ്ചെലവാക്കി കളയുക എന്ന് മാത്രമല്ല, പാഴ്ചെലവായി പോകുന്ന ഒരു നക്ഷത്രക്കാർ. ഒരുപാട് കാശ് ഉണ്ടാക്കുകയും ചെയ്യും, അതിനനുസരിച്ച് ചെലവും കൂടി വരുന്ന ഒരു നക്ഷത്രക്കാരാണ് പൂരുട്ടാതികാൽ, ഉത്തരട്ടാതി, രേവതി. ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പണം ചെലവാക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എപ്പ കൈ കാശ് വന്നാലും അത് എങ്ങനെ ചെലവാക്കണം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീംസ് ആണ് ഈ പറഞ്ഞ നക്ഷത്രക്കാര്. അപ്പൊ നിങ്ങൾക്ക് എവിടെയാ വരുന്നത്? 7ാം ഭാവത്തിലാണ് നീചഭംഗ രാജയോഗം സംഭവിക്കാൻ പോകുന്നത്. 7 വന്നാൽ കളത്രനാശം വരാനുള്ള സാധ്യതയാണ് പറയുന്നത്. കളത്രനാശം എന്ന് വെച്ചാൽ ഭാര്യ, പുത്രാദി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾക്കൊക്കെ ചില ദോഷങ്ങൾ വന്ന് ഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിണക്കങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതിനാൽ ഭാര്യയുമായി പിണക്കങ്ങളൊക്കെ വരാനുള്ള സാധ്യത, ഭാര്യ വീട്ടുകാരുമായി പിണക്കങ്ങളൊക്കെ വരാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. ആഗസ്റ്റ് മാസം മുതലാണല്ലോ ഫലം പറയുന്നത്. അപ്പൊ അത് മുന്നിൽ കണ്ടുകൊണ്ട് കുറച്ച് സമാധാനപ്പെടുക. വിദേശഗമനം, വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശഗമനം വന്നു ചേരും. അതുപോലെ തന്നെ പ്രമേഹാദി രോഗങ്ങളുള്ളവർ കുറച്ച് സൂക്ഷിക്കണം കാര്യമായിട്ട്. ആഗസ്റ്റ് മാസം മുതൽ ഭക്ഷണ നിയന്ത്രണങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് അത് നിയന്ത്രിക്കണം. അതുപോലെ ധനലാഭം ഉണ്ടാകുമെന്നും ജ്യോതിശാസ്ത്ര പ്രകാരമുള്ള ഫലം പറയുന്നുണ്ട്. നിങ്ങളുടെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഫലം ഞാൻ പെട്ടെന്ന് പറയാം. ദാമ്പത്യ ജീവിതത്തിലും പങ്കാളിത്ത ബന്ധങ്ങളിലും കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ഗ്രന്ഥത്തിൽ പറഞ്ഞത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും രണ്ടും ഒന്ന് തന്നെ.
അപ്പൊ ഈ രണ്ട് കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം, ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം. അതുകൂടാതെ ക്ഷമയും പരസ്പര ബഹുമാനവും നിലനിർത്തിയാൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. പുതിയ ബിസിനസ് പങ്കാളിത്തത്തിൽ ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക. ആഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ എന്ത് വന്നാലും ചിരിച്ച മുഖത്തോടങ്ങ് ഇരുന്നുവെച്ചാൽ മതി, വേറെ ഒന്നും പറയാൻ പോകണ്ട. ആരും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരുവാണെങ്കിൽ ഓക്കെ, സമ്മതിച്ച് നമുക്ക് റെഡിയാക്കാം എന്ന് പറഞ്ഞേരെ, ഒരു പ്രശ്നവുമില്ല, പ്രശ്നം മാറിക്കിട്ടി. അപ്പൊ നിങ്ങളുടെ ജാതകപ്രകാരം ഇപ്പൊ ഒന്ന് ഏഴരകണ്ഠകാല ശനി, ജന്മശനി, അതുപോലെ തന്നെ കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൂടാതെ രേവതി നക്ഷത്രത്തിലൂടെയാണല്ലോ നിലവിൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും നമുക്ക് ഫലസിദ്ധി, ഇത്രയും ദോഷമുണ്ടെങ്കിലും ഗുണവും ദോഷവും ഒരുപോലെ നിൽക്കുക. 6-ാം ഭാവത്തിലേക്ക് ഏത് രോഗം തന്നുകൊണ്ടിരിക്കുന്നുണ്ട്, 12-ലെ രാഹു ധനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് നിൽപ്പുണ്ട്. കണ്ടകശനി ഉണ്ട്. അത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആരാ ഗുണമായിട്ട് ഇപ്പം നിൽക്കുന്നേ? വ്യാഴം ഗുണത്തിലാണ് നിൽക്കുന്നേ. 5-ാം ഭാവത്തിൽ വ്യാഴം ഗുണത്തിൽ നിന്നുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങോട്ട് നോക്കുന്നുണ്ട്, ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ നക്ഷത്ര അധിപനും കൂടാണ് ആര്? വ്യാഴം. അപ്പം മഹാവിഷ്ണു ഭജനം കാര്യമായിട്ട് ചെയ്യുക, വിഷ്ണു സഹസ്രനാമം ചെയ്യുക. വിഷ്ണു ഭഗവാന് താമരമാല സമർപ്പിച്ചാൽ നല്ലതായിരിക്കും. ഒരുപാട് വിലയൊന്നും വരത്തില്ല. ഒരു 10, 15, 20 താമരയുടെ മാല സമർപ്പിച്ചാലും മതി. 20 താമരയ്ക്ക് കൂടി 500 രൂപ ആകുമായിരിക്കും. അപ്പം ഒരു മാല നിങ്ങളുടെ നക്ഷത്രത്തിന് ഈ വരുന്ന ആഗസ്റ്റ് മാസത്തിൽ നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസം ഒരു താമരമാല സമർപ്പിച്ച് വെണ്ണ നിവേദ്യവും കുങ്കുമാർച്ചനയോ അല്ലെങ്കിൽ പാൽപായസ നിവേദ്യങ്ങളോ തുളസിമാലയോ ഒക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഒരുപാട് പൈസ ഇല്ലാത്തവരാണെങ്കിൽ ഒരു തുളസിമാല സമർപ്പിച്ചുകൊണ്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന ചെയ്യുക. വിഷ്ണു പൂജ നല്ല രീതിയിൽ ചെയ്യുക. നീലാഞ്ജനം വിളക്ക് ഹനുമാൻ സ്വാമി പൂജ ചെയ്യുക. അതുപോലെ തന്നെ 6-ാം ഭാവത്തിലേക്ക് കേതുവിന്റെ ദോഷം മാറാൻ ഗണപതി ഹോമം ചെയ്തിട്ട് അതിനകത്ത് ധന്വന്തരി മന്ത്രം കൊണ്ട് നെയ്യ് സമർപ്പിച്ച് പൂജ ചെയ്യുക. വീടിന്റെ പുറകു ഭാഗത്ത്, നമ്മൾ താമസിക്കുന്ന വീടിന്റെ പുറകു ദിക്കിൽ വരുന്ന ഏതെങ്കിലും ക്ഷേത്രത്തിൽ നാഗദൈവങ്ങൾക്ക് പൂജയും ചെയ്യുക. ഇത്രയും കാര്യം മീനക്കൂറുകാരുടെ ഫലസിദ്ധി പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് മിഥുനക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് പറയുന്നത്. മിഥുനക്കൂറുകാർക്ക് ആരാണ് ശുക്രൻ എന്ന് നോക്കണം. 5-ാം ഭാവത്തിന്റെയും 12-ാം ഭാവത്തിന്റെയും അധിപനും കൂടിയാണ്. അതുകൂടാതെ ശുക്രൻ നിങ്ങൾക്ക് 4-ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. 4-ാം ഭാവത്തിലേക്ക് നീചഭംഗ രാജയോഗം ചെയ്ത് സ്വക്ഷേത്രത്തിൽ വരികയാണ്. ഇവിടെ ആരൊക്കെയാ വരുന്നത്? മകേരത്തര, തിരുവാതിര, പുണർദത്തിന്റെ മുക്കാല്. മകേരത്തര, തിരുവാതിര, പുണർദത്തിന്റെ മുക്കാല് നക്ഷത്രക്കാർക്ക് 4-ാം ഭാവത്തിലേക്ക് ശുക്രൻ നീചഭംഗ രാജയോഗത്തിലേക്ക് വരുമ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഫലം വാഹനസുഖം, ഗൃഹസുഖം, മാതൃസുഖം, പ്രതാപം, കീർത്തി, ധനം. ഇത്രയാണ് ഗ്രന്ഥത്തിൽ പറയുന്നത്. അപ്പൊ വാഹനസുഖം എന്ന് വെച്ചാൽ എന്താ? വാഹനങ്ങൾ എടുക്കാനുള്ള സാധ്യതകൾ, വാഹനങ്ങൾ മാറിയെടുക്കാനുള്ള സാധ്യതകൾ, വാഹനം കൊണ്ട് ലാഭങ്ങളൊക്കെ ഉണ്ടാകും. ഗൃഹസുഖം, ഗൃഹത്തിൽ പുതിയ വീട് വെച്ച് താമസിക്കുന്നിടത്ത് കൊണ്ട് പോകാൻ പറ്റും, താമസിക്കുന്ന വീട് മാറാൻ പറ്റും. അതുപോലെ തന്നെ വാടകയ്ക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ അത് ഗുണമായിട്ട് വരും. അതുകൂടാതെ തന്നെ നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? മാതൃഗുണങ്ങൾ വർദ്ധിക്കും, പ്രതാപം ഉണ്ടാകുമെന്നും കീർത്തി ഉണ്ടാകുമെന്നും ധനലാഭം വർദ്ധിക്കുമെന്നും നമുക്ക് ജ്യോതിശാസ്ത്ര പ്രകാരമായിട്ടുള്ള ഫലസിദ്ധി പറയുന്നുണ്ട്. അപ്പോൾ മിഥുനക്കൂറുകാർക്ക് നിലവിൽ എന്താണ്? വീടും കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറച്ച് ചെലവും കൂടെ വർദ്ധിക്കാനുള്ള സാധ്യത. വാഹനം വാങ്ങുകയോ വീട് നവീകരിക്കുകയോ ചെയ്യാൻ സാധിക്കുമെന്നും അതിന് സാമ്പത്തികമായിട്ടുള്ള ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുമെന്നും ഇപ്പോഴത്തെ ഫലസിദ്ധി പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും കണ്ടകശനി നിലവിലുള്ള സമയമാണ്. ധനസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്ന സമയമാണ്. ഭാഗ്യസ്ഥാനത്ത് രാഹു നിൽക്കുന്ന സമയമാണ്. 3-ാം ഭാവം കുടുംബസ്ഥാനത്ത് കേതുവിന്റെ സ്ഥിതിയുള്ള ഒരു സമയം നിൽക്കുന്നുണ്ട്. നീചഭംഗ രാജയോഗം എന്നിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ നമുക്ക് നീരാഞ്ജനം വിളക്ക് കത്തിച്ച് പ്രാർത്ഥന ചെയ്യുക. അച്ഛന്റെ കുടുംബക്ഷേത്രം, പിതാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുടുംബക്ഷേത്രങ്ങളിൽ നാഗദൈവ പ്രീതി വരുത്തുക. അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്യുക. അതാണ് പ്രധാന വ്യത്യാസം, മനസ്സിലാക്കണം. അപ്പം മാതൃകുടുംബക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുകയും പിതാവിന്റെ കുടുംബത്തിൽ രാഹുവിന് പൂജകൾ ചെയ്ത് പ്രാർത്ഥിക്കുകയും ശനിദോഷങ്ങൾ മാറാനായിട്ട് ഹനുമാൻ സ്വാമി പൂജ, നീരാഞ്ജനം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നാണ് നിങ്ങൾക്ക് പറയാം. 4-ാം ഭാവത്തിലെ ശുക്രന്റെ സ്ഥിതി, സാമ്പത്തിക സ്ഥിതി ഉള്ളവരാണെങ്കിൽ ഒരു ലക്ഷ്മി നാരായണ പൂജ നിങ്ങളുടെ ഗൃഹത്തിൽ ചെയ്യാൻ പറ്റുമോ? ഏറ്റവും നല്ലതായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യിക്കണം. ഇല്ലെങ്കിൽ ലക്ഷ്മി ദേവിക്ക് വേണ്ടിയിട്ട് ഒരു വിളക്ക് കത്തിച്ച് നിങ്ങൾ തന്നെ ലക്ഷ്മി ദേവിയുടെ ഗായത്രി ഉണ്ട്. ഓം ശ്രീ മഹാലക്ഷ്മി ച വിദ്മഹേ വിഷ്ണു പത്നി ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. ആഗസ്റ്റ് മാസം 1 മുതൽ 31 വരെ ഉണ്ട്. 31 വരെയും ഒരു നെയ്വിളക്ക് കത്തിച്ചിട്ട് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് പ്രാർത്ഥന ചെയ്യുക. വെള്ളിയാഴ്ച ലക്ഷ്മി ദേവി ക്ഷേത്രം ഇല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രം, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് ശ്രീസൂക്ത മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥന ചെയ്യുക. 1, 2, 3, 4 കൂറുകാരുടെ ഫലസിദ്ധി പറഞ്ഞു. നേരെ മേടക്കൂറുകാരിലോട്ടാണ് പോകുന്നത്. മേടക്കൂറുകാർക്ക് ധനത്തിന്റെ അധിപനും ഭാഗ്യത്തിന്റെയും, ഭാഗ്യമല്ല ഐശ്വര്യത്തിന്റെയും ഭാര്യാസ്ഥാനത്തിന്റെ അധിപനും കൂടിയാണ് ആര്? മേടക്കൂറുകാർക്ക് ശുക്രൻ.
ശുക്രൻ അവർക്ക് 6-ാം ഭാവത്തിലേക്ക് നീചഭംഗ രാജയോഗം ചെയ്യാൻ പോവാണ്. 6-ാം ഭാവം ശത്രുസ്ഥാനം, രോഗസ്ഥാനം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ധനധാന്യ നാശസംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ധനധാന്യ നാശ സംഭവം ഉണ്ടാകുന്നെന്നും ഭാര്യാദുരിതം ഉണ്ടാകുമെന്നും ശത്രുദോഷം ഉണ്ടാകുമെന്നും ചില രോഗാരിഷ്ടതകളൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെന്നും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ പൊതുവെ ശുക്രന്റെ മാറ്റം നിങ്ങൾക്ക് അത്ര ഗുണകരമല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. നിങ്ങൾ ആരും എന്നോട് പിണങ്ങരുത്. നേരത്തെ ചിങ്ങക്കൂറിലുള്ളവർ പറഞ്ഞപ്പോൾ അതിനകത്ത് വന്ന ചില നക്ഷത്രക്കാർ ഞങ്ങളെ പേടിപ്പിക്കുന്നത് പോലാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു ഗ്രഹം മാറ്റം വരുമ്പോൾ ചില നക്ഷത്രക്കാർക്ക്, നമ്മൾ ഇന്ന വ്യക്തികളെ കുറിച്ചല്ല പറയുന്നത്, ഒരു വ്യക്തിയെക്കുറിച്ചുമല്ല ജ്യോതിഷശാസ്ത്രം പറയുന്നത്. അശ്വതി നക്ഷത്രക്കാരെന്ന് പറഞ്ഞാൽ 3 വയസ്സുള്ള കുഞ്ഞുള്ള 1 വയസ്സുള്ള കുഞ്ഞു മുതൽ 90 വയസ്സ് വരെയുള്ള അപ്പൂപ്പന്മാർ വരെ അശ്വതിയിൽ വരും. ജയിലിൽ കിടക്കുന്നവരുണ്ടാകും, വിദേശത്തുള്ളവരുണ്ടാകും, ഗൾഫിലുള്ളവരുണ്ടാകും. ഓരോരുത്തരെയും ഓരോ വിധത്തിലായിരിക്കും ബാധിക്കുന്നത്. എല്ലാവരും ഇപ്പം സർക്കാർ ജോലി ആകണമെന്നില്ല. ചിലർ ബിസിനസ് ആയിരിക്കും, ചിലപ്പോൾ തൊഴിലാളികളായിരിക്കും. പണ്ടൊരു കഥയുണ്ട്. ഭിക്ഷക്കാരന് രാജയോഗം വന്നു കഴിഞ്ഞാൽ അന്ന് നല്ല രീതിയിൽ ഭക്ഷണവും ചാപ്പാടും ഒക്കെ കിട്ടും എന്ന് പറയാറുണ്ട്. ഒരു ഭിക്ഷക്കാരന് രാജയോഗം വന്നു കഴിഞ്ഞാൽ അന്നത്തെ ചിലപ്പോൾ ഒരു കല്യാണ സദ്യ ചിലപ്പോൾ ഉണ്ട്, മൃഷ്ടാന്ന ഭോജനം കഴിച്ചിട്ട് എവിടെയെങ്കിലും മാറി കിടക്കാൻ പറ്റും. രാജാവിന് രാജയോഗം വന്നാൽ ഒരു രാജ്യം കൂടെ കിട്ടും. അപ്പോൾ ഓരോരുത്തർക്കും വരുന്ന രാജയോഗത്തിന്റെ വ്യത്യാസം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. രാജാവിന് രാജ്യം കിട്ടിയപ്പോഴാൾക്ക് തൃപ്തിയായത്. അയാൾക്ക് ഭക്ഷണം കിട്ടിയിട്ട് തൃപ്തിയില്ലല്ലോ. ഇഷ്ടം പോലെ ഭക്ഷണവും പരിചാരകരുണ്ട്. ഒരു ഭിക്ഷക്കാരൻ ഇന്നും ഭക്ഷണം ഇല്ലാതെ അരവയറുണ്ട് കഴിയുന്ന ആൾക്ക് മൃഷ്ടാന്ന ഭോജനം, പാൽപ്പായസം, 3 കൂട്ടം പായസം ഉൾപ്പെടെയുള്ള ഊണ് കിട്ടി സുഖമായിട്ട് കിടന്നുറങ്ങി 2 ദിവസത്തേക്കുള്ള വേണമെങ്കിൽ ഭക്ഷണത്തിലുള്ള പൈസയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ രാജയോഗത്തിന്റെ ഫലമായല്ലോ. അതുപോലെ മനസ്സിലാക്കണമെന്ന് ജ്യോതിഷം പഠിപ്പിക്കുന്ന സമയത്ത് നമ്മളെ പഠിപ്പിക്കുന്ന ആചാര്യന്മാർ പറയുന്നു. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ദോഷങ്ങൾ കാര്യമായിട്ട് സംഭവിക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈ ശുക്രൻ നീചത്തിലോട്ട് മാറുന്നത് കുറച്ച് ദോഷമാണെന്ന് മനസ്സിലാക്കി അത് കലഹങ്ങൾ കൊണ്ടായാലും ധനനഷ്ടമായാലും മനക്ലേശമായാലും രോഗമായാലും പാഴ്ചെലവുകളായാലും ഒക്കെ വരാനുള്ള ഒരു സാധ്യത പ്രധാനമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക. വ്യാഴം നമുക്ക് നേരെ 4-ാം ഭാവത്തിൽ നിൽക്കുക. അവിടെ നിൽക്കുന്നതുകൊണ്ട് മഹാവിഷ്ണു ഭജനം ചെയ്യുക, മഹാലക്ഷ്മി പൂജ ചെയ്യുക, യക്ഷി അമ്മയ്ക്ക് വഴിപാടുകൾ ചെയ്യുക. അതുപോലെ തന്നെ ഗണപതി ഭഗവാന് ഈ കർഗമാല ചാർത്തുക. അതുപോലെ തന്നെ പാലഭിഷേകങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യുക. ഉണ്ണിയപ്പം, മോദകം പോലുള്ള വഴിപാടുകളൊക്കെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഈ ദോഷങ്ങൾ മാറിക്കിട്ടും. 6-ാം ഭാവം വെച്ചാൽ ശത്രുസ്ഥാനവും രോഗസ്ഥാനവുമാണ്. ഇത് രണ്ടും മനസ്സിലാക്കണം. ശത്രുക്കളെ ഒന്ന് സൂക്ഷിക്കുക, രോഗത്തെയും ഒന്ന് സൂക്ഷിക്കുക. ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. നമ്മളിപ്പോൾ ഒരു പബ്ലിക് ആയിട്ടുള്ള സ്ഥലത്ത് പോവുകയാണെങ്കിൽ മാസ്ക് ഒക്കെ വെച്ച് പോകാൻ പറയാൻ പറ്റുകയെങ്കിൽ അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. രോഗം വരാനുള്ള സാധ്യതയുണ്ട്. ചില കടകളിൽ പോയിട്ട് വെള്ളം മേടിച്ച് കുടിക്കുന്ന പരിപാടി, ഹോട്ടലിലൊക്കെ ചെന്നിട്ട് അവിടെ വെച്ചിരിക്കുന്ന വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം. ഇതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലെങ്കിൽ പോലും നമ്മൾ രോഗം വരാനുള്ള സാധ്യതകളൊക്കെ നമ്മൾ അടയ്ക്കണം. ശത്രുക്കളുടെ ദോഷത്തെയും ഒന്ന് സൂക്ഷിക്കണം. ഈ 2 കാര്യങ്ങളെ കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ള വഴിപാടുകളും പറഞ്ഞു. അപ്പം മേടക്കൂറുകാരുടെയും ദോഷഫലവും ഗുണഫലവും പറഞ്ഞിട്ടുണ്ട്, പരിഹാരവും പറഞ്ഞിട്ടുണ്ട്. 7.5 കണ്ടകാല ശനി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ലാഭസ്ഥാനത്ത് രാഹു നിൽക്കുന്നത് നമുക്ക് നല്ലതാണെന്നും പൊതുവെ ജ്യോതിഷഫലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നേരെ ഇടവക്കൂറിലേക്ക് പോകാം. ഇടവക്കൂറുകാർക്കും അതുകൂടാതെ മേടക്കൂറുകാർക്കും നമ്മളിവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം ഞാൻ പറയാം. നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം പറയാം. മേടക്കൂറുകാർക്ക് നമുക്ക് ജോലി സ്ഥലത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൈവരുമെന്നും ചെലവുകൾ നിയന്ത്രിക്കണമെന്നും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണമെന്നും കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നും ക്ഷമ പാലിച്ചാൽ പ്രശ്നങ്ങൾ മാറുമെന്നും കാണുന്നുണ്ട്. അത് തന്നെ നമ്മൾ പറഞ്ഞതും ഗ്രന്ഥത്തിൽ പറഞ്ഞതും രണ്ടും ഒന്ന് തന്നെ. അപ്പോൾ രണ്ടും ഒന്ന് തന്നെ വരുമ്പോൾ അതിൻ്റെ പരിഹാരം കാണുക. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ഇടവക്കൂറിൽ. ഇടവക്കൂറിൽ ആരൊക്കെയാണ് വരുന്നത്? കാർത്തിക, മുക്കാരി, രോഹിണി, മകേരത്തര. നേരത്തെ പറഞ്ഞു ശുക്രൻ നിങ്ങളുടെ ഈ നക്ഷത്രക്കാരുടെ ചന്ദ്രലഗ്നാധിപൻ കൂടി ആയതിനാൽ ശുക്രൻ നിങ്ങൾക്ക് നീചഭംഗ രാജയോഗത്തിലേക്ക് വരുന്നത് എപ്പോഴും നമുക്ക് നല്ലതായിരിക്കും. ശുക്രന്റെ ഓരോ മാറ്റങ്ങളും കാർത്തിക, മുക്കാരി, രോഹിണി, മകേരത്തര നക്ഷത്രക്കാരെ ബാധിക്കും. കൂടാതെ നിങ്ങളുടെ ജാതക പ്രകാരം, അതാണ് ഏറ്റവും പ്രധാനം, നിങ്ങൾ ജനിച്ച സമയത്ത് ശുക്രൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ധനസ്ഥാനത്താണോ, കുടുംബസ്ഥാനത്താണോ, ഗൃഹസ്ഥാനത്താണോ, മനസ്ഥാനത്താണോ, സന്താനസ്ഥാനത്താണോ, ശത്രുസ്ഥാനത്താണോ, രോഗസ്ഥാനത്താണോ, 7-ാം ഭാവത്തിൽ ഐശ്വര്യസ്ഥാനത്താണോ, അഷ്ടമത്തിൽ ആയുഷിന്റെ സ്ഥാനത്താണോ, 9-ൽ ഭാഗ്യസ്ഥാനത്താണോ, 10-ൽ കർമ്മസ്ഥാനത്താണോ, 11-ൽ ലാഭസ്ഥാനത്താണോ, 12-ൽ നഷ്ടസ്ഥാനത്താണോ ശുക്രൻ ജനിച്ച സമയത്ത് നിൽക്കുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓരോ ഗ്രഹങ്ങളും ഏത് സ്ഥാനത്താണ് നിൽക്കുന്നതെന്ന് അറിഞ്ഞിരിക്കാമെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാനുള്ള വഴി നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ട്. പലരും ജാതകത്തെക്കുറിച്ച് കുറ്റം പറയാറുണ്ട്. എന്താണെന്നറിയാവോ? അറിയത്തില്ല.
പിന്നെ ജ്യോത്സ്യന്മാരുടെ അടുത്ത് വിളിക്കുമ്പോൾ അവർ പൈസ മേടിക്കണമെന്ന് ആൾക്കാർ ഇപ്പൊ 100 ജ്യോത്സ്യരെ വിളിക്കുമ്പോൾ ഇതിൽ ആരാ നല്ലത് ആരാ മോശം എന്ന് പറയാനൊക്കത്തില്ല. അവരെന്തെങ്കിലും പറയും സർപ്പദോഷം ഉണ്ട് അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞ് കുറെ പൂജകൾ നടത്തി കാശ് മേടിക്കുക. അത് കഴിയുമ്പോൾ ജ്യോതിഷമേ ഇനി നോക്കത്തില്ലെന്ന് പറയും. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജാതകം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ പ്ലാൻ പോലെയാണ്. അത് കൃത്യമായ രീതിയിൽ അത് വിശദീകരിച്ച് നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല കൃത്യമായ ഒരു റൂട്ട് മാപ്പ് അവിടെ കിട്ടും. അവിടെ ഏത് ഗ്രഹമാണ് നമുക്ക് ഗുണമായിട്ട് നിൽക്കുന്നതെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. അവരുടെ ലിസ്റ്റ് എടുക്കണം. ഏത് ഗ്രഹമാണ് നമുക്ക് ദോഷമായിട്ട്. എന്നെ വിളിക്കുന്ന ഓരോരുത്തരും ജ്യോതിഷം നോക്കാൻ വേണ്ടി വിളിക്കുന്ന 100 കണക്കിന് ആളുകളെ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ചിലപ്പോൾ അവർക്ക് കേൾക്കാനും ഇഷ്ടപ്പെടാനും താല്പര്യമില്ല. എന്നെ വിളിക്കുമ്പോൾ എനിക്കൊരു ജോലി പോയി നിൽക്കുക, പെട്ടെന്ന് ജോലി ശരിയാക്കണം, അതിനെന്ത് വേണം? അത് തെറ്റാണ്. യഥാർത്ഥ രീതിയിൽ അത് തെറ്റാണ്. എന്നെ ഇന്ന് വിളിച്ച ഒരാളിനോട് ഞാൻ പറഞ്ഞ ഉപദേശം വേറെ രീതിയാണ്. ഇപ്പം അത് പറയാൻ പോയാൽ നമ്മൾ സമയം ഒരുപാട് പോകും, വീഡിയോയുടെ ലെങ്ത് കൂടുതലായി പോകും. യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഏത് ദശാപഹാര കാലമാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. ആർക്കും അറിയാൻ പറ്റാത്തൊരു കാര്യമാണ് എനിക്കിപ്പോൾ ഏത് ദശയോ എന്ന് വെച്ചാൽ എന്തുവാന്ന് ചോദിക്കും. ദശാപഹാര കാലം പെട്ടെന്ന് വേണേൽ പറയാം. അശ്വതി ഭരണി കാർത്തിക കാലുകാർ ജനിക്കുന്നത് കേതുർദശയിലായിരിക്കും. 3 വർഷം കേതുർദശ കിട്ടിക്കഴിഞ്ഞാൽ 23 വയസ്സ് വരെ കേതു ആയിരിക്കും. 29 വയസ്സ് വരെ ആദിത്യ ദശാകാലമായിരിക്കും. 39 വയസ്സ് വരെ, പിന്നീട് അത് കഴിഞ്ഞാൽ പിന്നെ 29 വയസ്സ് വരെ, അത് കഴിഞ്ഞാൽ 39 വയസ്സ് വരെ ചന്ദ്രദശ, 46 വയസ്സ് വരെ കേതുർദശ. ഇങ്ങനെ ഓരോ നക്ഷത്രക്കാരെ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഏത് ദശാപഹാര കാലമാണ് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയാം. ഇപ്പം ഭരണി പുരാടം ശുക്രദശയിലാണ് നിങ്ങൾ ജനിക്കുന്നത്. 10 വർഷം ശുക്രദശ ഉണ്ടാവും. 16 വയസ്സ് വരെ നിങ്ങൾക്ക് ആദിത്യ ദശാകാലം, 26 വയസ്സ് വരെ ചന്ദ്രദശാകാലം, 26, 7, 33 വയസ്സ് വരെ ചൊവ്വ ദശാകാലം, അത് കഴിഞ്ഞ 18 വർഷം രാഹുവിന്റെ ദശാകാലം, അത് കഴിഞ്ഞ 16 വർഷം വ്യാഴദശാകാലം. ഇങ്ങനെ ആരെ വേണമെങ്കിലും എടുത്തോ, അവരുടെ എല്ലാം നമ്മൾ പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം. പുണർദം വിശാഖം പൂരുട്ടാതി നിങ്ങൾ ജനിക്കുന്നത് വ്യാഴദശയിലായിരിക്കും. നിങ്ങൾക്ക് 8 വർഷമായിരിക്കും വ്യാഴദശ ഉള്ളത്. അതിന് വ്യാഴം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശനിദശാകാലം. ഇത് ജനിച്ച സമയം കൂടെ ആസ്പദമാക്കിയിട്ട് അവിടെ കാൽക്കുലേഷൻ ഒക്കെ ഉണ്ട്. എങ്കിലും ഒരു ഉദ്ദേശം ഒരാളിനോട് പറയാം എനിക്കിപ്പോൾ ഏത് ദശാപഹാര കാലമാണ് തിരുമേനി എന്ന് ഒരാൾ പെട്ടെന്ന് ചോദിച്ചാൽ, വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ചോദിക്കുമോ, ട്രെയിനിലൊക്കെ ഇരിക്കുമ്പോഴൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ അവരോട് നമുക്ക് പെട്ടെന്ന് പറയാൻ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ദശാപഹാര കാലം ഇന്നതാണ്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇന്നതാ. അപ്പോൾ അത് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ദശാകാലം ഇന്നതാണെന്നും ഈ ദശാനാഥൻ ജാതകപ്രകാരം എവിടെ നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് പെട്ടെന്ന് പരിസ്ഥിതി പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഉദാഹരണം പറയാം. ഈ ലഗ്നക്കാരന് അല്ലെങ്കിൽ ഈ ചന്ദ്രലഗ്നം വരുന്ന ആൾക്ക് ഇപ്പൊ സൂര്യദശാകാലമാണെന്ന് വിചാരിച്ചു. സൂര്യദശാകാലം സൂര്യൻ ഇവിടെയാണ്, ഇപ്പൊ ലാഭത്തിന്റെ അധിപനാണ് അയാൾക്ക്. ഈ ജാതകക്കാരൻ, ഈ ലഗ്നക്കാരൻ ലാഭത്തിന്റെ അധിപൻ ധനസ്ഥാനത്ത് നിന്നുള്ള അവസ്ഥ എന്ന് വെച്ചാൽ കാശ് വാരും. അത് ഏത് വഴിക്കൂടാന്നൊന്നും പറയേണ്ട കാര്യമില്ല, കാശ് വാരിയെടുക്കും. നേരെ മറിച്ച് ഈ ജാതക പ്രകാരം ഇയാൾക്ക് സൂര്യദശാകാലമാണ്. സൂര്യൻ വന്നിട്ട് 12ലാണ് നിൽക്കുന്നതിന്. ഇവിടെ നിൽക്കുന്നതിന് പകരം ഇവിടെയാണ് നിൽക്കുന്നതെങ്കിലോ കയ്യിലിരിക്കുന്ന പോവും. എഴുതി വെച്ചോ, കയ്യിലിരിക്കുന്ന അങ്ങ് പോവും. അത് ചിലപ്പോൾ ഇച്ചിരി പൈസ കൂട്ടി വെച്ചേക്കുക. പെട്ടെന്നായിരിക്കും അമ്മയ്ക്ക് സുഖമില്ല, എന്നാൽ പെട്ടെന്ന് ഒരു ആശുപത്രി കൊണ്ടുപോകാം. ആശുപത്രി കൊണ്ടുപോയപ്പോൾ ആദ്യം ഒരു 50,000 രൂപ അടയ്ക്കാൻ പറയുമോ, 50,000 അല്ലേ ഉള്ളൂ, അങ്ങ് അടച്ചു. അടുത്ത ബില്ല് വരുന്ന 70,000 ആയിരിക്കും. അടുത്ത ബില്ല് വരുന്ന 2 ലക്ഷത്തിൻ്റെ ആയിരിക്കും. അടുത്ത വരുന്നത് 5 ലക്ഷത്തിൻ്റെ ആയിരിക്കും. ഇങ്ങനെ ബില്ല് എല്ലാം വരും. അപ്പോൾ 10 ലക്ഷം രൂപ പോയ വഴിക്ക് പുല്ല് കളിച്ചില്ലാത്തൊരവസ്ഥ വരുന്ന ഒരു ഇത് ഉദാഹരണം അത് പറഞ്ഞത്. ഇതുപോലെ ധനം പോകും. മറ്റേത് കയ്യിൽ പണം വരും. ചിലപ്പോൾ ലോട്ടറി അടിച്ചായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തു നമുക്ക് വിറ്റിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ ഇരട്ടി വിലയ്ക്ക് വിറ്റ് പോവുക. അങ്ങനെ ഒരു ഉദാഹരണ പ്രകാരം നിങ്ങളത് മനസ്സിലാക്കണം. ഇത് ഞാൻ പറഞ്ഞത് എത്രത്തോളം ജ്യോതിഷം നോക്കുന്ന ആളുകൾക്ക് മനസ്സിലായെന്ന് അറിയത്തില്ല. നമ്മുടെ ഈ ചാനലുകൾ കാണുന്ന പല ആളുകളും അവർക്ക് എന്ത് പറയുന്നു എന്നുള്ളതാണ് അവർക്ക് അറിയേണ്ടത്. യഥാർത്ഥത്തിൽ ജ്യോതിഷം അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ എന്നെ വിളിക്കുന്ന പല ആളുകളും എനിക്കിപ്പോൾ ജോലിയുടെ കാര്യം, അതെ എൻ്റെ മോൻ്റെ ജോലി എപ്പോൾ നടക്കും, എൻ്റെ മോൻ്റെ കല്യാണം എപ്പോൾ നടക്കും, അത് നിങ്ങൾ ചോദിക്കേണ്ടെന്നുള്ളതല്ല പറയുന്നത്. നിങ്ങളുടെ ദശാപഹാര കാലം ഏതാണെന്നും നിങ്ങൾക്കിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഗ്രഹം ഏത് ബലത്തിലാണോ ബലമില്ലാതെയാണോ നിൽക്കുന്നത് എന്നൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നിട്ട് നിങ്ങളൊന്ന് മുന്നോട്ട് പോയി നോക്കിക്കേ, അതിൻ്റെ ഫലം ഉണ്ടാകുക തന്നെ ചെയ്യും. അത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ജാതക പ്രകാരം ശുക്രദശാകാലമാണോ എനിക്ക് ആണെങ്കിൽ എത്ര വയസ്സ് വരെ ഒരു ജ്യോത്സ്യനെ വിളിച്ച് ചോദിക്കേണ്ട ആദ്യത്തെ ചോദ്യമാണ് ഞാൻ ഈ പറയുന്നത്. എനിക്കിപ്പോൾ ഏത് ദശാപഹാര കാലം അറിഞ്ഞുകൂടാങ്കിൽ ചോദിക്കണം. അപ്പം ജ്യോത്സ്യം പറയണം നിങ്ങൾക്ക് ഇപ്പം ഇന്ന ദശാപഹാര കാലം, അത് എന്ന് വരെ ഉണ്ട്, അത് 2035 ജനുവരി മാസം 12 വരെ ഉണ്ടെന്ന് ഈ ജ്യോത്സ്യം നിങ്ങളോട് പറയണം. ഇല്ല പിന്നെ ഇവർക്ക് പൈസ കൊടുത്ത് ജ്യോതിഷം നോക്കിയിട്ട് കാര്യമില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ശുക്രൻ എത്ര ബലത്തിലാണ് നിൽക്കുന്നത്, നവാംശകവും ഭാവവും ഗ്രഹനിലയും പരിശോധിച്ചിട്ട് നിങ്ങളോട് പറയണം ഇന്ന പോലെ ഇന്ന ബലത്തിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ദോഷമുണ്ടോ ഇത് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ പറയുവാണ് ഇപ്പോഴത്തെ ദശാപഹ ഇപ്പോഴത്തെ ശുക്രന്റെ സ്ഥിതിയും
നിങ്ങളുടെ ദശാപഹാര കാലത്ത് നിൽക്കുന്ന ശുക്രന്റെ ബലവും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് വേണം ഒരു എഞ്ചിനീയർ ഒരു മണ്ണിൽ എത്ര വെയിറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ എത്ര കമ്പി വേണം, എത്ര സിമെന്റ് വേണമെന്ന് തീരുമാനിക്കുന്നത് പോലെ ജ്യോത്സ്യൻ നിങ്ങൾക്ക് ഈ സമയത്ത് എത്ര പവറിൽ ഈ പൂജ ചെയ്യണം, എത്ര പ്രാവശ്യം ഒരു മന്ത്രം പറഞ്ഞാൽ ആ മന്ത്രം ഇത്ര തവണ ചൊല്ലണം, ഇത്ര ക്യാരറ്റുള്ള കല്ല് നമ്മൾ ധരിക്കണം, ഏത് ദേവതയ്ക്ക് ഇപ്പോൾ പൂജ ചെയ്യണം, ഇത് പറഞ്ഞു തരണം. ഇത് പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം മാറും. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇതല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ കാരണം ഓരോരുത്തരും അവരവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ജ്യോതിഷം നോക്കുന്നത്. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കയ്യിലിരിക്കുന്ന പൈസ പൂജയ്ക്കും ഇതിനൊക്കെ പോകത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് ഇടവക്കൂറുകാരുടെ ഫലസിദ്ധിയാണ്. ഇത്രയും പറഞ്ഞു വന്നപ്പോൾ ഇത്രയും കൂടുതലായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇടവക്കൂറുകാർക്ക് നിലവിൽ നീചഭംഗ രാജയോഗം വന്ന് 5-ാം ഭാവത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിന്റെ ഫലമാണ് നമ്മൾ പറയാൻ പോകുന്നത്. 5-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ശുക്രൻ ഏത് രാശിയിലോട്ട് പോയാലും അനുകൂലമുള്ളവരാണ്. മകേരത്തര, തിരുവാതിര, കാർത്തിക, മുക്കാലി, രോഹിണി, മകേരത്തര വരുന്ന നക്ഷത്രക്കാർക്ക് ചന്ദ്രലഗ്നാധിപനായ ശുക്രൻ ഏത് ഭാവത്തിൽ നിന്നാലും അത് ഗുണമായിരിക്കും. അപ്പൊ 5-ാം ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുത്രപ്രാപ്തി ഉണ്ടാകും. ഇത്രയാണ് ജ്യോതിഷ ഗ്രന്ഥത്തിൽ പറയുന്നത്. എന്താ പുത്രപ്രാപ്തി എന്ന് വെച്ചാൽ എന്താ? കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവും, കുട്ടികളുള്ളവർക്ക് കുട്ടികൾക്ക് മേൽഗതി ഉണ്ടാവും. കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടോ രോഗപരമായിട്ടോ ഹോസ്പിറ്റലുകളിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗുണമായിട്ട് വരും. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുകയാണ്, ജോലി കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്, ഏതെങ്കിലും വിദേശ രാജ്യത്തോട്ട് കയറ്റിവിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്, അതല്ലെങ്കിൽ അവരെന്തെങ്കിലും പരീക്ഷ എക്സാം ഒക്കെ എഴുതിയിട്ട് നിൽക്കുകയാണ്, അതാണ് പുത്രപ്രാപ്തി. ഒറ്റ വരിയെ എഴുതത്തുള്ളൂ, ബാക്കി ജ്യോത്സ്യം പറയണം. അതാണ് ജ്യോതിഷ ഗ്രന്ഥങ്ങൾ പറയുന്നത്. ഒരു ശ്ലോകം പറഞ്ഞാൽ ആ ശ്ലോകത്തിന്റെ അർത്ഥം പറയേണ്ട രീതിയിൽ ഓരോരുത്തടത്തും പറയേണ്ട രീതിക്ക് അനുസരിച്ച് പറയണം. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. ഇപ്പൊ രാജയോഗം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ നിന്ന് പട്ടും വളയും മേടിക്കാനുള്ള യോഗം ഉണ്ടെന്ന് ഇപ്പോൾ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ കളിയാക്കിയിട്ട് ഫോൺ വെച്ചിട്ട് പോകും. ഏത് രാജാവാണെന്ന് ചോദിക്കും. നിങ്ങൾക്കിപ്പോൾ സർക്കാർ ജോലി കിട്ടാൻ ശ്രമിക്കുന്നുണ്ടോ? ജോലി നോക്കാൻ ശ്രമിക്കുന്നുണ്ടോ? നിങ്ങൾ സർക്കാർ ജോലി ചെയ്യുന്ന ആളാണോ? അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ശ്രമിക്കാനോ പ്രമോഷന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? അതല്ല നിങ്ങൾ സ്ഥലം മാറ്റത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? ഇതാണ് അവിടെ വരുന്ന ചോദ്യം. ഉണ്ട് എങ്കിൽ രാജയോഗ ആനുകൂല്യം കിട്ടുന്ന സമയമാണ്. അതാണ് ഇപ്പൊ നിങ്ങളെ ബാധിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. 5-ൽ നിന്നാൽ പുത്രപ്രാപ്തി, കീർത്തി, രാജബഹുമാനം. അപ്പൊ ഇതാണ് ഉദ്ദേശിക്കുന്നത്. രാജബഹുമാനം എന്ന് പറഞ്ഞാൽ തിരുമേനി ഇപ്പൊ പറഞ്ഞ കാര്യമാണ്. സൗഖ്യം, പ്രണയപരമായിട്ടുള്ള വിജയങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണെന്നും ഇത്രയും പേരുടെ ജ്യോതിശാസ്ത്ര പ്രകാരം നിങ്ങൾക്ക് കണ്ടകശിനി ഇല്ലാത്ത സമയമാണെന്നും വ്യാഴം 3-ാം ഭാവത്തിൽ നിൽക്കുന്ന സമയമാണെന്നും കർമ്മരാശിയിൽ രാഹു, 4-ാം ഭാവത്തിൽ കേതു. 4-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതിനാൽ നിങ്ങൾ ഒന്നുകിൽ നാഗദൈവ പ്രീതി അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ ചെയ്യുക, ഗണപതി ഹോമം ചെയ്യുക. അമ്മയുടെ കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി നാഗദൈവങ്ങൾക്ക് എന്ത് വഴിപാട്, അഭിഷേകം ചെയ്യാം, കരിക്കപ്പാല് സമർപ്പിക്കാം, അതുപോലെ എന്ത് വഴിപാട് വേണമെങ്കിലും നമുക്ക് സമർപ്പിക്കാം. അപ്പൊ അതൊന്ന് ചെയ്തു വെച്ചേക്കുക. അതുകൂടാതെ നാഗദൈവ പ്രീതി ഗണപതി ഹോമം ചെയ്യുക, അതുപോലെ തന്നെ ഗണപതി ഹോമവും ചെയ്യുക. ഈ 2 പൂജയാണ് നമുക്കിപ്പോൾ ഈ മാസങ്ങളിൽ പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. അപ്പൊ ഇത്രയും പേരുടെ ഫലസിദ്ധി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നേരെ വരുന്നു കർക്കിടകക്കൂറിലേക്കാണ് വരുന്നത്. കർക്കിടകക്കൂറിൽ ആരൊക്കെയാണ് ഉള്ളത്? പുണർദത്തിന്റെ കാല്, പൂയോ, ആയില്യം നക്ഷത്രക്കാരന് കർക്കിടകക്കൂറിലുള്ളത്. അപ്പൊ കർക്കിടകക്കൂറിലുള്ള ഈ നക്ഷത്രക്കാർക്ക് ശുക്രൻ 11-ാം ഭാവത്തിന്റെ അധിപനും 4-ാം ഭാവത്തിന്റെ അധിപനുമായിട്ട് 3-ാം ഭാവത്തിൽ നീചഭംഗ രാജയോഗം ചെയ്യാൻ പോകുന്നു. അപ്പൊ 3-ാം ഭാവത്തിലേക്ക് നീചഭംഗ രാജയോഗം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യം വർദ്ധിക്കുമെന്നും ഉത്സാഹം വർദ്ധിക്കുമെന്നും വാഹനസുഖം ഉണ്ടാകുമെന്നും സഹോദരന്മാരിൽ നിന്നും ഗുണമുണ്ടാകുമെന്നും ധനലാഭം ഉണ്ടാകുമെന്നും ജ്യോതിശാസ്ത്ര ഗ്രന്ഥപ്രകാരം നമുക്ക് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ കർക്കിടകക്കൂറുകാർക്ക് എന്താണ് ഫലം എന്ന് പറഞ്ഞു തരാം. നേരത്തെ ഇടവക്കൂറുകാരെ നമ്മളിവിടെ എഴുതി വെച്ച കാര്യം പറഞ്ഞില്ല, അതുകൂടെ ഒന്ന് പറയാം. പ്രണയകാര്യങ്ങളിലും മക്കളുടെ കാര്യങ്ങളിലും ശ്രദ്ധ വേണമെന്നും പുതിയ നിക്ഷേപങ്ങളിൽ തിടുക്കം കാണിക്കരുമെന്നും കലാരംഗത്തൊക്കെ പരിശ്രമിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കുമെന്നും ഇടവക്കൂറുകാരുടെ ഫലമുണ്ട്. അതുപോലെ കർക്കിടകക്കൂറുകാർക്ക് സംസാരത്തിൽ സൂക്ഷ്മത പാലിക്കണമെന്നും സഹോദരങ്ങളുമായി നല്ല ബന്ധം നിലനിർത്തണമെന്നും ചെറിയ യാത്രകൾ ഫലം കാണിക്കുമെന്നും പുതിയ പഠനങ്ങൾക്ക് തുടക്കമിടാൻ നല്ല സമയമാണെന്നും നമ്മളിവിടെ എഴുതി വെച്ച ഫലസിദ്ധി പറയുന്നുണ്ട്. നിങ്ങൾക്ക് വ്യാഴം ഉച്ചരാശിയായിട്ട് ജന്മത്തിൽ നിൽക്കുന്ന സമയമാണെന്നും നിങ്ങൾക്ക് ജാതകപ്രകാരം ധനത്തിന്റെ സ്ഥാനത്ത് കേതു നിൽപ്പുള്ളതായിട്ടും അഷ്ടമരാശിയിൽ രാഹു കണ്ടകശിനി ഇല്ലാത്ത സമയമാണെന്നും ഇങ്ങനൊരു ഫലസിദ്ധി നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇത്രയും ജ്യോതിഷ ഫലമായിട്ട് നിങ്ങൾക്ക് പരിഹാരം പറഞ്ഞു തരാം. 2-ാം ഭാവം കുടുംബസ്ഥാനമാണ്. കുടുംബസ്ഥാനത്ത് പിതാവിന്റെ കുടുംബസ്ഥാനത്ത് നിങ്ങൾ ഗണപതി ഹോമം ചെയ്യുകയും നാഗദൈവ പ്രീതി വരുത്തുകയും വെള്ളിയാഴ്ച നാളികേരം ഗണപതിക്ക് ഉടയ്ക്കുകയും ഒക്കെ ചെയ്യണമെന്നും അതുപോലെ തന്നെ നാഗദൈവ പ്രീതി വരുത്തുക, ഹനുമാൻ സ്വാമി പൂജകളൊക്കെ ചെയ്ത് നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട്.
അടുത്തതായിട്ട് നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലസിദ്ധിയിലേക്ക് പോകാം. ചിങ്ങക്കൂറിൽ എന്താണ് പറയുന്നത്? ചിങ്ങക്കൂറുകാർക്ക് നിലവിൽ 3-ാം ഭാവത്തിന്റെ അധിപനും കർമ്മത്തിന്റെ അധിപനും കൂടിയായിട്ടുള്ള ശുക്രൻ ധനസ്ഥാനത്ത് നീചഭംഗ രാജയോഗം ചെയ്യാൻ പോവാണ്. അപ്പൊ 2-ാം ഭാവത്തിലേക്കാണ് വരുന്നത് ചിങ്ങക്കൂറുകാർക്ക്. അപ്പൊ ചിങ്ങക്കൂറുകാരുടെ ഫലസിദ്ധി നമ്മൾ നോക്കുമ്പോൾ എന്താണ് വരുന്നത്? സംഗീത സാഹിത്യ അഭിരുചി വർദ്ധിക്കുമെന്ന് കാണുന്നുണ്ട്. ഇതാർക്കാണ്? സംഗീതപരമായിട്ട് ജോലി ചെയ്യുന്ന കോടാനുകോടി അല്ലെ ലക്ഷക്കണക്കിന് ആളുകൾ ഭൂമിയിലുണ്ട്. സംഗീതം കൊണ്ട് ജീവിക്കുന്നവരുണ്ട്, സംഗീതം കൊണ്ട് അരിമേടിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് സംഗീതം കൊണ്ട് പറയുമ്പോൾ സിനിമ, സീരിയല്, മൃദംഗം, ക്ഷേത്രകലകള്, വാദ്യമേളങ്ങള്, ചിന്തിച്ചോണം, വലിയ ഒരു ശൃംഖലയാണ് കിടക്കുന്നത്. അപ്പൊ ആ ശൃംഖലയിൽപ്പെട്ട ആളുകൾക്ക് ഇപ്പൊ DJ നടത്തുന്ന ഉത്സവത്തിന് DJ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് വരെ ഫലം പറയേണ്ടി വരും. അതിന്റെ കൂടെ ഇലക്ട്രീഷ്യനായിട്ട് പോകുന്ന ആളുകൾക്ക് വരെ നമ്മൾ ഫലം പറയേണ്ടത്. അതാ ചിന്തിക്കുമ്പോൾ കടലോളം കിടക്കുന്ന ഒരു മേഖലയെ കുറിച്ചാണ് ജ്യോതിശാസ്ത്രത്തിൽ ഒറ്റ വാക്കുകൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? സംഗീത സാഹിത്യാഭിരുചി വർദ്ധിക്കുമെന്നും ധനലാഭം ഉണ്ടാകുമെന്നും വാക്സാമർഥ്യം ഉണ്ടാകുമെന്നും പരോപകാരം ഉണ്ടാകുമെന്നും രാജാനുകൂല്യം ഉണ്ടാകുമെന്നും ഗ്രന്ഥത്തിൽ പറയും. നേരത്തെ പറഞ്ഞ രാജാനുകൂല്യത്തെ ഇങ്ങനെ ചിന്തിച്ചോണം. ഇപ്പൊ ചിങ്ങക്കൂറുകാർക്ക് വരുമാനം ഉണ്ടാകും, ചെലവും കൂടി അതുപോലെ ഉണ്ടാകും. വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങുമ്പോൾ കുറച്ച് ശ്രദ്ധകൾ വേണം. സാമ്പത്തിക അച്ചടക്കം പാലിച്ചാൽ നല്ലതായിരിക്കും. വില കൂടിയ വസ്തുക്കൾ ഇപ്പൊ പോയി ഒരു EV കാറൊക്കെ മേടിക്കാൻ പോവുകയാണെങ്കിൽ, ഒരു വസ്തു മേടിക്കാൻ പോവുകയാണെങ്കിൽ കുറച്ച് സ്വർണം മേടിച്ചു വെച്ചേക്കാം എന്നൊക്കെ ആലോചിക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതേ ഇവിടെ പറയുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ജന്മകേതു ഉണ്ടെന്നും 7-ാം ഭാവത്തിൽ രാഹുവിന്റെ സ്ഥിതി ഉണ്ടെന്നും വ്യാഴം 12-ലാണെന്നും മനസ്സിലാക്കണം. പ്രതികൂല അവസ്ഥ ഒരുപാട് നിൽപ്പുണ്ട്. അപ്പോ ജന്മകേതുവിന്റെ ദോഷം മാറാനായിട്ട് നേരത്തെ കേതുവിന്റെ ദോഷം മാറാൻ എപ്പോഴും ഗണപതി പൂജയും നാഗദൈവ പ്രീതിയുമാണ് നമുക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്, ആദ്യത്തെ വഴിപാട്. അപ്പൊ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഗണപതിക്ക് മോദകം സമർപ്പിക്കാം, കറകമാല സമർപ്പിക്കാം, അഭിഷേകം ചെയ്യാം, ഗണപതി ഹോമം ചെയ്യാം. ഈ അമ്പലത്തിൽ പോയി 50 രൂപ 100 രൂപ കൊടുത്തിട്ട് ഗണപതി ഹോമത്തിന് റെസിപ്റ്റ് എഴുതുക എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ ചെയ്യേണ്ടത് ചെയ്യണം. ഇപ്പോൾ ഗണപതി ക്ഷേത്രത്തിൽ ഒരു 50 ഗ്രാം നെയ്യുമായിട്ട് നിങ്ങൾ ചെല്ലുവാണെങ്കിൽ തിരുമേനി കണ്ടിതൊന്ന് കത്തിച്ചാട്ടെ, ഒരു 50 രൂപ അതിൻ്റെ കൂടെ വെച്ച് കൊടുക്കുമ്പോൾ തിരുമേനി എൻ്റെ കവറൊക്കെ പൊട്ടിച്ച് അവിടെ കൊണ്ടുപോയി വിളക്ക് വെച്ചിട്ട് കത്തിച്ചു. രാജൻ മകൻ നക്ഷത്രം എന്ന് പറഞ്ഞൊരു പൂവൊക്കെ സമർപ്പിച്ച് നെയ്വിളക്ക് സമർപ്പിച്ച് ഒരു അർച്ചനയും നടത്തി നിങ്ങൾക്ക് തരണം. അതല്ല നിങ്ങൾ ഒരുപാട് പേര് വഴിപാട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ റെസിപ്റ്റ് എഴുതു മാത്രമേ നടക്കുന്നുള്ളൂ, വഴിപാടൊന്നും നടക്കത്തില്ല. ഞങ്ങൾ 10-35 വർഷമായിട്ട് ഈ ശാന്തി മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഈ കാര്യങ്ങളെ കൊണ്ട് ആളുകൾ ഒരിടത്ത് റെസിപ്റ്റ് എഴുതും, നമ്മളും റെസിപ്റ്റ് എഴുതുന്നവരുമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല. അവരെന്താ എഴുതുന്നത് നമുക്കറിയാനൊക്കത്തില്ല. അവർ റെസിപ്റ്റ് എഴുതും, പോകും, തിരിച്ചു വരും, അവർ പ്രസാദം കൊടുക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ പല ക്ഷേത്രങ്ങളിൽ നടക്കുന്നത്. അവിടെ ഇരിക്കുന്ന ജീവനക്കാർ തന്നെ നിങ്ങൾക്ക് പ്രസാദം തരും. എന്ന് വെച്ചാൽ ഗണപതി ഹോമം ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ഒരു ഗണപതി ഹോമത്തിന്റെ പ്രസാദം പൊതിഞ്ഞ് അതിനകത്ത് കരിപ്രസാദം കയറ്റി വെച്ചേക്കും. ഇതൊക്കെ ഞാൻ തിരുമേനി ഉമ്മ പറയുന്നതല്ല, ഇതൊന്നും ജ്യോതിഷപരമായിട്ടല്ലെങ്കിൽ ഇതൊക്കെ പറയാതെ ജ്യോതിഷം മുന്നോട്ട് പോകത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് യാതൊരു ഗുണവും നിങ്ങൾക്കില്ല. ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന പൂജ ചെയ്തോ എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരണം. ഉറപ്പ് വന്നോ? ഫലം ഉറപ്പാണ്. അതിപ്പോൾ ഓൺലൈനായിട്ടായാലും വേണ്ടിയില്ല, ആ ചെയ്യുന്നിടത്ത് നിങ്ങളുടെ പേരും നക്ഷത്രവും പറഞ്ഞ് പൂവിട്ടിട്ടോ ഓക്കെയാണ്. അപ്പൊ അങ്ങനെ ഒന്ന് ചിന്തിച്ചുകൊണ്ട് ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്യുക. ഇത്രയേ ഉള്ളൂ കാര്യം. വ്യാഴപ്രീതിക്കായിട്ട് വിഷ്ണു പൂജ ചെയ്യുക, ലക്ഷ്മി നാരായണ മന്ത്രം അർച്ചന ചെയ്യുക, തുളസിമാല ചാർത്തുക, ഗണപതി ഹോമം ചെയ്യുക, നാഗപ്രീതിക്കായിട്ട് കരിക്ക് പാല്, മഞ്ഞപ്പൊടി, 100 പാലും, അങ്ങനെ എന്തോ വേണമെങ്കിലും നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതുപോലെ ക്ഷേത്രത്തിൽ ചെന്നിട്ട് വഴിപാടുകൾ ചെയ്യുക. ആ പലാശ പുഷ്പ സംഘാശം താരകാഗ്രഹമസ്തകം രൗദ്രം രൗദ്രാത്മകം ഘോരം തം കേതും പ്രണമാമ്യഹം എന്നൊക്കെ പറയുന്ന മന്ത്രങ്ങളൊക്കെ ജപിച്ച് പ്രാർത്ഥന ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്തായിട്ട് നമുക്ക് നേരെ തുലാക്കൂറിലേക്ക് വരാം. തുലാക്കൂറിൽ ആരൊക്കെയാ ഉള്ളത്? നേരത്തെ പറഞ്ഞു, തുലാക്കൂറുകാർക്ക് നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപനാണ്. ചിത്തിര ചോതി വിശാഖത്തിന്റെ മുക്കാലുകാർക്ക് 12-ൽ നീചം. നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപനും കൂടിയാണ്. അപ്പൊ 12-ൽ നീചത്തിൽ വന്നാൽ എന്താണ് ഫലം? നമുക്ക് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സമ്പത്ത് വർദ്ധിക്കുമെന്ന് കാണുന്നുണ്ട്. അതുകൂടാതെ കണക്കില്ലാത്ത സമ്പത്ത് വന്നു ചേരാനും, അതുപോലെ തന്നെ ധനധാന്യ ലാഭം വർദ്ധിക്കുമെന്നും രാജസമ്മാനം ലഭിക്കുമെന്നും ശയനസുഖം ഉണ്ടാകുമെന്നും വിദേശഗമനം ഉണ്ടാകുമെന്നും, എന്നാൽ അമ്മയുടെ ആരോഗ്യത്തിന് ചില ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള സാധ്യതയും ജ്യോതിശാസ്ത്രം പറയുന്നുണ്ട്. അപ്പം തുലാക്കൂറുകാർക്ക് അപ്പം നമുക്ക് അനാവശ്യ ചെലവുകൾ വർദ്ധിക്കുമെന്നും വിദേശ കാര്യങ്ങളിലും യാത്രകളിലും അനുകൂല അവസരങ്ങൾ വർദ്ധിക്കുമെന്നും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുമെന്നും കൂടി നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് 2 ഫലവും പറഞ്ഞു. നിങ്ങൾക്ക് നിലവിൽ കേതു ലാഭസ്ഥാനത്താണ്. ലാഭം വർദ്ധിക്കുന്ന പല കാര്യങ്ങൾക്കും കേതു തടസ്സമുണ്ട്. എല്ലാത്തിനും രാഹുകേതു എന്നല്ല ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് രാഹുകേതുക്കളാണ് ജ്യോതിശാസ്ത്ര പ്രകാരമായിട്ട് പാപഗ്രഹങ്ങളായിട്ട് നമുക്ക് എവിടെ ദോഷസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഓരോരുത്തർക്കും ഓരോ സ്ഥാനത്തായിരിക്കും. ഇവർക്ക് 12-ല്, തുലാക്കൂറുകാർക്ക് 11-ല്, വൃശ്ചികക്കൂറുകാർക്ക് കേതു 10-ല്,
അങ്ങനെ പറയുമ്പോൾ നമുക്ക് കർമ്മസ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ജ്യോതിശാസ്ത്രത്തിൽ നാഗദൈവങ്ങൾക്ക് ഒരു പ്രാധാന്യം. നിങ്ങൾ എവിടെ വേണം ചെന്ന് നോക്കി, ഏത് അമ്പലത്തിലും നാഗങ്ങളുണ്ടാകും. നാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൂജകളില്ലാത്തൊരു അമ്പലം വളരെ ചുരുക്കമായിരിക്കും. 100 അമ്പലം എടുത്ത് ചിലപ്പോൾ ഒന്നിൽ ഇല്ലാതെ ഉണ്ടാകത്തുള്ളൂ. ഞാനിതുവരെ കണ്ടിടത്തെല്ലാം ഈ തമിഴ്നാട്ടിൽ ചെന്നാൽ പോലും, ഏത് സ്ഥലത്തിൽ പോയാൽ പോലും നാഗദൈവങ്ങൾക്കൊരു വഴിപാട് പൂജ ആ അമ്പലത്തിൽ നടത്തും. അപ്പം തുലാകൂറുകാർക്ക് ചിത്തിരരെയും ജ്യോതിയും വിശാഖത്തിൽ മുക്കാലുകാർക്കും അനുകൂല ഫലസിദ്ധിയാണ് നീചഭംഗ രാജയോഗത്തെ കൊണ്ട് നമുക്ക് കാണുന്നത്. അതുകൂടാതെ നമ്മുടെ ഈ പറഞ്ഞ ദോഷസ്ഥാനത്ത് നിൽക്കുന്ന ഇത് മാറുന്നതിന് വേണ്ടിയിട്ടും കണ്ടകശിനി ഇല്ലാത്ത സമയം ആയതുകൊണ്ടും നാഗദൈവ പ്രീതിയും ഗണപതി ഹോമവും വിഷ്ണു പൂജയും ചെയ്ത് പ്രാർത്ഥന ചെയ്യുക. ലക്ഷ്മി സൂക്ത മന്ത്രമായിട്ടുള്ള ശ്രീ സൂക്ത മന്ത്രം കൊണ്ട് പൂജകളും ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കാണുന്നത്. അടുത്തതായിട്ട് വൃശ്ചിക കൂറുകാരുടെ ഫലസിദ്ധിയിലേക്ക് നമ്മൾ പോകുന്നത്. വൃശ്ചിക കൂറുകാർക്ക് 12ാം ഭാവത്തിന്റെയും 7ാം ഭാവത്തിന്റെയും അധിപനായിട്ടുള്ള ശുക്രൻ 11ൽ നീചം. 11ൽ ഭാവത്തിൽ വന്നാൽ കണക്കില്ലാത്ത സമ്പത്ത് കൈവന്നു ചേരുമെന്നും വിശിഷ്ട ആഭരണ ലാഭം ഉണ്ടാകുമെന്നും ഭാര്യാപുത്രാദി സൗഖ്യവും അതുപോലെ തന്നെ സാഹിത്യപരമായ മേഖലകളിൽ, സിനിമാ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വളരെ 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 വലിയ നേട്ടം വന്നു ചേരുമെന്നും, സിനിമ അഭിനയിക്കുന്നവരോ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമയൊക്കെ ആണെങ്കിൽ വമ്പ ഹിറ്റൊക്കെ ആവുമെന്നാണ് പറയുന്നത്. സുഹൃത്തുക്കളിലൂടെ പുതിയ അവസരങ്ങൾ കൈവരാം. സിനിമാ മേഖലകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്ത് ഒരു സിനിമ എടുക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങളെ വിളിക്കുന്നു, നിർമ്മാതാവിൻ്റെ ഇത് കാശ് മേടിച്ചു 1 കോടി രൂപ നിങ്ങൾക്ക് തരുന്നു. അതുപോട്ടെ ഒരു സീരിയൽ നടനാണെങ്കിൽ അതിൻ്റെ ഗുണം വരുന്നു. ഒരു മേഖലയിൽ ഒരു പാട്ട് നിങ്ങളെ കൊണ്ട് തയ്യാറാക്കിക്കുന്നു, ഒരു പാട്ട് പാടിക്കുന്നു, ആ പാട്ട് കയറി ഹിറ്റ് ആകുന്നു. നമുക്കറിയാമല്ലോ, ചെറിയ 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 പാട്ടുകൾ, നിസാരമെന്ന് തോന്നുന്ന പല പാട്ടുകളും വമ്പൻ ഹിറ്റായിട്ട് നമ്മുടെ ജാസി ഹിപ്റ്റിനെ കൂട്ടുള്ള ആളുകൾ ഒക്കെ ചെറിയ ചെറിയ ചില പാട്ടുകൾ പാടി, അദ്ദേഹം പാട്ടിലൊക്കെ ഇറങ്ങുന്ന ആളല്ല, പക്ഷേ പണ്ട് ഫോർ ദ പീപ്പിളോ അങ്ങനെ എന്തൊരു പീപ്പിൾ സിനിമയൊക്കെ ഇറങ്ങി വലിയ ഹിറ്റായിപ്പോയി. അപ്പോൾ അതൊരു ഉദാഹരണമായിട്ട് പെട്ടെന്ന് മനസ്സിൽ കയറി വന്ന് ഇതുപോലെ തന്നെ ഓരോ മേഖലയും ചിന്തിച്ചോണം. അപ്പോൾ സുഹൃത്തുക്കളിൽ നിന്നും പുതിയ അവസരങ്ങൾ കൈവരാം. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. സുഹൃത്തുക്കളിൽ നിന്ന് വലിയ അവസരം കൈവരാം. നിങ്ങളുടെ സുഹൃത്ത് വിളിക്കുക, വിദേശത്ത് എവിടെയാ വാ, നമുക്കൊരു ജോലി റെഡിയാക്കി തരാം. അല്ലെങ്കിൽ നിങ്ങളുടെ CV യോ CD യോ എന്നൊക്കെ പറയുമല്ലോ, അത് അവർക്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ട് നിനക്കൊരു ജോലി മേടിച്ചു തരാം. സുഹൃത്തുക്കൾ മുഖാന്തരം അവസരങ്ങൾ കൈവന്നു ചേരും. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. അപ്പം ഞാൻ എൻ്റെ സുഹൃത്ത് വിളിച്ചിട്ട് പറയുക, ഇവിടെ ഒരു ദേവപ്രശ്നം വെക്കാനുണ്ട്, വരുന്നോ? അല്ലെങ്കിൽ ഒരു പൂജയുണ്ട്, വാ നമുക്ക് പോയി ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു കാര്യമുണ്ട്, അത് പോയി ചെയ്യാം എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്നത് അതായിരിക്കും, വേറൊരാൾക്ക് കിട്ടുന്നത് വേറൊന്നായിരിക്കും. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചോണം. നിങ്ങളുടെ സർക്കാർ ജോലിക്കാരനാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തായിട്ടുള്ള യൂണിയൻ നേതാവ് ഉണ്ടായിരിക്കും, അയാൾ മുഖാന്തരം നിങ്ങൾക്കൊരു സ്ഥലം മാറ്റം വന്നു. വേറൊരാൾ ജയിലിൽ കിടക്കുമായിരിക്കും, അയാൾക്ക് അയാളുടെ സുഹൃത്തായിട്ടുള്ള ഒരാൾ മുഖാന്തരം നിങ്ങൾക്കൊരു ജാമ്യം കിട്ടി. അപ്പം ഇങ്ങനെ ചിന്തിച്ചോണം. തിരുമേനി പറയുമ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്നത് എന്തായിരിക്കും, ആ വഴിക്ക് നിങ്ങൾ ചിന്തിച്ചോണം. അതാണ് അതിൻ്റെ ഗുണമെന്ന് പറയുന്നത്. ബിസിനസ്സുകളിൽ കുറച്ച് ശ്രദ്ധ വേണം. പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധ വേണം. അപ്പം നിങ്ങൾക്ക് കർമ്മരാശിയിലേക്ക് ഏതു, ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നല്ലത്. അതുപോലെ തന്നെ ശനി, നമ്മളിവിടെ ചൊവ്വയെ നോട്ട് ചെയ്തിട്ടില്ല. ചൊവ്വയുടെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുള്ളതിനാൽ അതിനോട്ട് പോയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് കണ്ടകശനി ഇല്ലാതിരിക്കുന്ന സമയമാണ്. 4ാം ഭാവത്തിൽ രാഹു ഉള്ളതിനാൽ അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ നാഗദൈവ പ്രീതിയും വരുത്തുക. ഗണപതിക്ക് നമ്മൾ രാജഗോപാല മന്ത്രം കൊണ്ട് താമരമൊട്ട് വെണ്ണ പുരട്ടിക്കൊണ്ട് പൂജ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ഇത് എഴുതി വെച്ചോണം, ഇത് എല്ലാവരും പറഞ്ഞു തരേണ്ട കാര്യമല്ല. വൃശ്ചിക കൂറുകാർക്ക് രാജഗോപാല മന്ത്രം കൊണ്ട് ഗണപതി ഹോമം എല്ലാ നക്ഷത്രത്തിലും അങ്ങ് ചെയ്തുകൊള്ളുക, ഗുണമായിട്ട് വരും. അടുത്തതായിട്ട് നമുക്ക് വരുന്നത് മകരക്കൂറിലേക്കാണ്. ഉത്രാടത്തിന്റെ മുക്കാല്, തിരുവോണം, അവിട്ടത്തര നക്ഷത്രക്കാർക്ക് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ശുക്രൻ എവിടെ വന്നാലും നല്ലത്. ആ ഭാഗ്യസ്ഥാനത്ത് നീചം സംഭവിക്കുകയാണ്, ഭാഗ്യസ്ഥാനത്ത് നീചഭംഗ രാജയോഗം വരികയാണ്, അത് നല്ലതായിരിക്കും. ഇവിടെ കാണുന്നത് ഭാഗ്യം വർദ്ധിക്കും, സമ്പത്ത് വർദ്ധിക്കും, കീർത്തി ഉണ്ടാകും, ഐശ്വര്യം വരും. രത്ന ആഭരണ വസ്ത്ര വാഹന സംബന്ധമായ തൊഴിൽ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് വലിയ സാമ്പത്തിക നേട്ടം കൈവന്നു ചേരും. അപ്പോൾ നിങ്ങൾ വലിയ വൈഡായിട്ട് ചിന്തിക്കുക. ഞാനതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒരു സ്വർണ്ണ വ്യാപാരം ചെയ്യുക, അല്ലെങ്കിൽ സ്വർണ്ണപ്പണി ചെയ്തുകൊണ്ടിരിക്കുക, സ്വർണം മേടിച്ച് ഇടനില നിന്ന് നമ്മൾ കച്ചവടം ചെയ്യുക, വാഹനം ബ്രോക്കർ ആവുക, വാഹനം ഷോറൂം നടത്തുക, വാഹനം മേടിച്ചിട്ട് വാടകയ്ക്ക് കൊടുക്കുക, ഇങ്ങനെ ചിന്തിച്ചോണം. വേറെ കൂടുതലായിട്ട് പറയുന്നില്ല. വസ്ത്രം ഒരു വലിയ ടെക്സ്റ്റൈൽ ഷോപ്പാകാം, നിങ്ങൾ ഓൺലൈൻ ഷോപ്പാകാം, വസ്ത്രം തയ്ക്കുന്നവരാകാം. അപ്പം ഇത്രയും ഞാൻ ഒന്നുകൂടെ പറയാം. ഭാഗ്യം വർദ്ധിക്കും, സമ്പത്ത് വർദ്ധിക്കും, കീർത്തി ഉണ്ടാകും, ഐശ്വര്യം, വസ്ത്ര രത്ന ആഭരണ വാഹനാദി ലാഭം, ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആ ലാഭപ്രവർത്തനം ശ്രദ്ധിച്ചോണം.
അത്രയും ഗുണമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇത്രയും ഗുണം വരുമ്പോൾ നമുക്ക് ധനസ്ഥാനത്ത് വന്ന് കേതുവുണ്ട്, 3-ാം ഭാവത്തിലെ ശനിയുണ്ട്, അഷ്ടമത്തിലെ കേതുവിന്റെ സ്ഥിതിയുണ്ട്. അപ്പോൾ ഇത്രയും ഫലസിദ്ധി വെച്ചുകൊണ്ട് നമ്മൾ കുടുംബക്ഷേത്രത്തിൽ നാഗദൈവ പ്രീതി വരുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നരസിംഹ മന്ത്രാർച്ചന, പുരുഷ സൂക്ത മന്ത്രാർച്ചനകളൊക്കെ ചെയ്തുകൊണ്ട് പാൽപ്പായസ നിവേദ്യം, വിഷ്ണു പൂജയൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും. ഇത്രയുമാണ് മകരക്കൂറുകാർക്കൊക്കെ വലിയ ഫലസിദ്ധിയാണ് പറയുന്നത്. അതുകൂടാതെ നമുക്കിനി അടുത്തായിട്ട് കുംഭക്കൂറുകാരുടെയും കൂടെ പറഞ്ഞാൽ ഈ വീഡിയോ അവസാനിക്കുന്നു. കുംഭക്കൂറുകാർക്ക് എന്താണ് ഫലസിദ്ധി പറയുന്നത്? ധനകാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കണമെന്നും വായ്പകളിലും നിക്ഷേപങ്ങളിലും ശ്രദ്ധ വേണമെന്നും ആരോഗ്യം അവഗണിക്കരുതെന്നും കുടുംബത്തിൽ തുറന്ന ആശയവിനിമയം നല്ല ഫലം നൽകുമെന്നുമാണ് ജ്യോതിഷഫലം. നിങ്ങൾക്ക് യോഗകാരകനും കൂടിയാണ് കുംഭക്കൂറുകാർക്കും മകരക്കൂറുകാർക്കും കുംഭക്കൂറുകാർക്കും. ശുക്രൻ ആരാണെന്ന് എഴുതി വെച്ചേക്കുക, യോഗത്തിന്റെ കാരകനാണ് ശുക്രൻ. നീചഭംഗ രാജയോഗം ചെയ്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അഷ്ടമത്തിലേക്കാണ് വരുന്നത് എന്നുള്ളത് ചിന്തിക്കണം. അഷ്ടമത്തിൽ വരുന്നത് അത്ര നല്ലതല്ല. ആയുധ ഭയം ഉണ്ടാകും. ആയുധ ഭയം എന്ന് വെച്ചാൽ എന്താ? കൈകാലുകളൊക്കെ മുറിയാനുള്ള സാധ്യതകളുണ്ട്. ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പുകാരനാണെങ്കിൽ ചിലപ്പോൾ പൊള്ളലേക്കാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ എന്തെങ്കിലും വീണ് കാല് മുറിയാൻ സാധ്യതയുണ്ട്. അത് ആയുധ ഭയം എന്നേ പറയത്തുള്ളൂ. വീട്ടമ്മയ്ക്കാണെങ്കിൽ ചിലപ്പോൾ കൈ മുറിയാം. അങ്ങനെ ആയുധവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധ പുലർത്തണമെന്നും ആയുധ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ വന്നു ചേരുമെന്നും ചോരഭയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളന്മാരിൽ നിന്നും നമുക്ക് ഉപദ്രവം വന്നു ചേരുമെന്നും അതുപോലെ തന്നെ തടസ്സങ്ങൾ വർദ്ധിക്കുമെന്നും അല്പധനം ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് രാജാനുകൂല്യം എന്ന് പറയുന്നുണ്ട് ജ്യോതിശാസ്ത്ര പ്രകാരം. അപ്പം എന്താ വരുന്നത്? നമുക്ക് പലവിധത്തിലുള്ള സർക്കാർ സംബന്ധമായിട്ടുള്ള ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് വളരെയധികം ഗുണം വരുമെന്നും കാണുന്നുണ്ട്. ധനകാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കുക, നേരത്തെ പറഞ്ഞു. വായ്പകളിൽ നിക്ഷേപങ്ങളിൽ ശ്രദ്ധ വേണം. ആരോഗ്യം അവഗണിക്കരുത്. കുടുംബത്തിൽ തുറന്ന ആശയവിനിമയം. കാരണം ഇവർക്ക് രണ്ടുപേർക്കും യോഗകാരകനാണെങ്കിൽ ഇവർക്ക് ഭാഗ്യസ്ഥാനത്തേക്കും ഇവർക്ക് പക്ഷേ അഷ്ടമസ്ഥാനത്തേക്കുമാണ് വ്യത്യാസം വരുന്നത്. ആ വ്യത്യാസം പ്രത്യേകം മനസ്സിലാക്കിക്കോണം. അപ്പം അവിട്ടത്തര ചതയം പോരിട്ടാതി മുക്കാലുകാർക്ക് പൊതുവെ ഒരു ചെറിയ തട്ടുകേട് നിൽക്കുന്ന സമയമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളാരും എന്നോട് പിണങ്ങരുത്. കാരണം വ്യാഴം 6-ാം ഭാവത്തിൽ നിൽക്കുന്ന സമയമാണ്. ഇപ്പം നമുക്ക് ആരാ ഗുണം ചെയ്ത്? ഇപ്പം 7 ശനിയുണ്ട്, ജന്മരാഹു ഉണ്ട്. അപ്പോൾ പൊതുവെ ആരാ ഗുണം ചെയ്ത് നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ചൊവ്വ ബലവാനായിട്ട് നിൽക്കുവാണ്, ബുധൻ ബലവാനായിട്ട് നിൽക്കുവാണ്, വ്യാഴം ശുക്രൻ ഇങ്ങനെ പോയെങ്കിലും നമുക്ക് അത്ര പ്രശ്നമില്ല. 7-ാം ഭാവത്തിലെ കേതുവിൻ്റെ സ്ഥിതിയും അത്ര നല്ലതല്ല. അപ്പോൾ പൊതുവേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടദേവതാ ഭജനം ചെയ്യുക, നാഗദൈവ പ്രീതി വരുത്തുക, ഹനുമാൻ സ്വാമി പൂജകൾ ചെയ്യുക, ഭദ്രകാളി ദേവി പൂജകൾ ചെയ്യുക. അതുപോലെ തന്നെ ശിവഭഗവാൻ യഥാർത്ഥ ശക്തിയുള്ള പൂജകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിരിക്കുമെന്നാണ് ജ്യോതിഷ ഫലം പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ സർവ്വദോഷങ്ങളും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.